സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ നാമം പരിശുദ്ധമാക്കപ്പെടണമേ. നിന്റെ രാജ്യം വരണമേ. നിന്റെ ഇഷ്ടം സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയെ ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ ഞങ്ങളെ രക്ഷിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. കൃപ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു. നിന്റെ ഉദരഫലമായ നമ്മുടെ കർത്താവ് ഈശോ വാഴ്ത്തപ്പെട്ടതാകുന്നു. ശുദ്ധമുള്ള അന്യമ്മേ, ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും നമ്മുടെ സമയത്തും ആമീൻ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ ദൈവത്തെ ആരാധിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരു മൂന്നാം ഞായറാഴ്ച കൂടി സ്വർഗത്തിലെ ദൈവം നമുക്ക് ദാനമായി നൽകി. ദൈവവചനം കേൾപ്പാനും ദൈവസേനയിൽ അടുത്ത് വരുവാനും നമ്മുടെ ആവശ്യങ്ങളെല്ലാം സ്തോത്രത്തോടെ ദൈവത്തോട് അറിയിക്കുവാനും തക്കവണ്ണം നമുക്ക് തന്ന ഈ വിലയേറിയ നിമിഷത്തെ ഓർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ ആർത്ത് പാടി സ്തുതിക്കാം. എല്ലാവരും ചേർന്ന് നമുക്ക് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നാഥൻ പെരുന്നാളിൽ നാഥനോടൊന്നാളിൽ ഈ നാടും വീടും വിട്ട് നാം അവരോട് ചേരുന്ന ഒരു സമയം, അതിനായി നോക്കി പാർക്കുന്ന ദിനങ്ങളായി പ്രാർത്ഥനയോടെ ഈ ഗാനം പാടി ദൈവത്തെ സ്തുതിക്കാം. സത്യവും നീതിയും നിത്യം വാഴും തീരം
ശൂദ്രരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. സുന്ദരമന്ദിര ശൂദ്രരാം പ്രിയരും ദൂതരോടൊത്തു വസിച്ചിടുമേ. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാഥൻ വരും നാളിൽ നാഥനോടന്നാളിൽ നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. നാടും വീടും വിട്ടു നാം ചേരും സിയോനിൽ. ദൈവത്തിന് സ്തോത്രയുടെ ഗാനം നമുക്കെല്ലാവർക്കും ചേർന്ന് കരങ്ങളെ അടിച്ചു പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. പലവിധമായ രോഗങ്ങളാലും വേദനകളാലും പെട്ടെന്നുള്ളതായ അപകടങ്ങളെല്ലാം നമ്മളെ രക്ഷിച്ച് സ്വർഗത്തിന് ദൈവം വീണ്ടും ഈ പരിശുദ്ധ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടു വന്ന നന്ദി ഹൃദയത്തോടെ നമുക്ക് ദൈവത്തെ പാടി സ്തുതിക്കാം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല എന്നുള്ളതായ ഗാനം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയരാ പടവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. പ്രിയന്റെ വരവിൽ ധ്വനി മുഴങ്ങും, പ്രാക്കളെ പോലെ നാം പറന്നുയരും. പ്രാണന്റെ പ്രിയരാ പടവാളനിൽ പ്രാപിക്കും സ്വർഗീയ മണിയറയിൽ. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. യുദ്ധവും ക്ഷാമവും ഭൂകമ്പങ്ങളും യുദ്ധത്തിൻ ശ്രുതിയും കേൾക്കുന്നില്ലയോ? ഇസ്രായേലിൻ ദൈവം എഴുന്നള്ളുന്നേ, യേശുവിൻ ജനമേ ഒരുങ്ങുക. കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല. നിത്യതേജസ്സിൻ കനമോർത്തിടുമ്പോൾ നോടി നേരത്തേക്കുള്ള കഷ്ടങ്ങൾ സാരമില്ല, കണ്ണുനീർ സാരമില്ല.
ദൈവത്തിന് സ്തോത്രാർത്ഥ ഗാനം നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് കരങ്ങളെ അടിച്ച് ദൈവത്തോട് പാടി മഹത്വപ്പെടുത്താം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആനന്ദിച്ചാർത്ത് പാടാൻ നമുക്ക് കാരണമുണ്ടെന്നുള്ള ഗാനം. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് പറഞ്ഞ വാഗ്ദത്തത്തിൽ വിശ്വസനും വാക്കുമാറാത്തനും പ്രാണപ്രിയൻ നമ്മൾ കടന്നു വരുന്നതിന് മുമ്പ് ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. നിങ്ങളുടെ രോഗങ്ങളും നിങ്ങളുടെ കടഭാരങ്ങളും നിങ്ങളുടെ വേദനകളും സ്വകാര്യ ദുഃഖങ്ങളും എല്ലാം ആ പൊന്നുതമ്പുരാൻ്റെ പൊന്നുപാദപീഠത്തിലിരുന്ന് സുന്ദരമെന്ന ദേവാലയത്തിൻ്റെ പടിവാതിക്കലിരുന്ന് ആ മുടന്തനായ മനുഷ്യൻ തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തിയതുപോലെ ഇന്ന് കർത്താവായ യേശുക്രിസ്തുവിനെ പേറിക്കൊണ്ട് നമുക്ക് ഭവനത്തിലേക്ക് കടന്നു പോകണം. നമുക്കെല്ലാവർക്കും ചേർന്ന് നമ്മുടെ എല്ലാ ഭാരങ്ങളും എല്ലാ ദുഃഖങ്ങളും എല്ലാ പ്രയാസങ്ങളും ആ കരിവേലകത്തിൻ്റെ ചുവട്ടിൽ കുഴിച്ചിടുവാൻ തക്കോണം. കർത്താവ് ഇന്ന് ഞങ്ങളോട് ഇടപെടണമേ. കർത്താവ് നിൻ്റെ കരം വചനത്തിലൂടെയും സാക്ഷ്യത്തിലൂടെയും ഞങ്ങളുടെ മേൽ പകരണമേ എന്നുള്ള പ്രാർത്ഥനയോടെ വിശ്വാസത്തോടെ ഗാനം പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആനന്ദിച്ചാട്ടുപാടാൻ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, ആനന്ദിച്ചാട്ടുപാടാൻ കാരണമുണ്ട്. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു.
വേദവായനയ്ക്കായിട്ട് ജോയിച്ചാൻ ചിങ്ങവനം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 35-ാം അധ്യായം. മരുഭൂമിയും വരണ്ട നിലവും ആനന്ദിക്കും, നിർജ്ജന പ്രദേശം ഉല്ലസിച്ച് പനിനീർ പുഷ്പം പോലെ പൂക്കും. അത് മനോഹരമായി പൂത്ത് ഉല്ലാസത്തോടും ഘോഷത്തോടും കൂടെ ഉല്ലസിക്കും. ലെബനോൻ്റെ മഹത്വവും കർമ്മേലിൻ്റെയും ഷാരോൻ്റെയും ശോഭയും അതിന് കൊടുക്കപ്പെടും. അവർ യഹോവയുടെ മഹത്വവും നമ്മുടെ ദൈവത്തിൻ്റെ തേജസ്സും കാണും. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിപ്പീൻ. മനോഭീതിയുള്ളവരോട് ധൈര്യപ്പെടുവീൻ, ഭയപ്പെടേണ്ട. ഇതാ നിങ്ങളുടെ ദൈവം, പ്രതികാരവും ദൈവത്തിൻ്റെ പ്രതിഫലവും വരുന്നു. അവൻ വന്ന് നിങ്ങളെ രക്ഷിക്കും എന്ന് പറവീൻ. അന്ന് കുരുടന്മാരുടെ കണ്ണു തുറന്നു വരും, ചേടന്മാരുടെ ചെവി അടഞ്ഞിരിക്കുകയുമില്ല. അന്ന് മുടന്തൻ മാലിനെ പോലെ ചാടും, ഊമൻ്റെ നാവും ഉല്ലസിച്ച് ഘോഷിക്കും. മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് തോടുകളും പൊട്ടി പുറപ്പെടും. മരീചിക ഒരു പൊയ്കയായും വരണ്ട നിലം നീരുറവയായും തീരും. കുറുക്കന്മാരുടെ പാർപ്പിടത്ത് അവ കിടന്ന സ്ഥലത്ത് തന്നെ പുല്ലും ഓടയും ഞാങ്ങടയും വളരും. അവിടെ ഒരു പെരുവഴിയും പാതയും ഉണ്ടാകും. അതിന് വിശുദ്ധ വഴി എന്ന് പേരാകും. ഒരു അശുദ്ധനും അതിൽ കൂടി കടന്നു പോകുകയില്ല. അവൻ അവരോട് കൂടെ ഇരിക്കും. വഴിപോക്കർ ഭോഷന്മാർ പോലും വഴിതെറ്റിപ്പോകുകയില്ല. ഒരു സിംഹവും അവിടെ ഉണ്ടാകുകയില്ല, ഒരു ദുഷ്ടമൃഗവും അവിടെ കയറി വരികയില്ല. ആ വകയെ അവിടെ കാണുകയില്ല. വീണ്ടെടുക്കപ്പെട്ടവർ അവിടെ നടക്കും. അങ്ങനെ യഹോവയാൽ വീണ്ടെടുക്കപ്പെട്ടവർ മടങ്ങി ഉല്ലാസഘോഷത്തോടെ സിയോനിലേക്ക് വരും. നിത്യ ആനന്ദം അവരുടെ തലമേലുണ്ടായിരിക്കും. അവർ ആനന്ദവും സന്തോഷവും പ്രാപിക്കും. ദുഃഖവും നെടുവീർപ്പും ഓടിപ്പോകും. ദൈവമേ സ്തുതിക്കുവാകുന്നു. ഇന്നത്തെ യോഗത്തിൻ്റെ അനുഗ്രഹത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നത് ജോഷി ഫിലിപ്പ് പൈത്തുംപാറ. ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗത്തിലെ വാഴ്ത്തപ്പെട്ട കർത്താവെ, പല ഭവനങ്ങളിലായിരുന്ന ഞങ്ങളെ എല്ലാവരെയും കൂട്ടിവരുത്തി ഈ കൂടാരത്തിൽ ഞങ്ങളെല്ലാവരെയും ഒന്നിച്ചിരിപ്പാൻ നീ ഭാഗ്യം തന്ന കൃപയ്ക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ കരുണയുള്ള കർത്താവെ, ഞങ്ങളുടെ യോഗ്യത നോക്കാതെ, ഞങ്ങളുടെ അയോഗ്യതകളൊന്നും പരിഗണിക്കാതെ ഞങ്ങളെ ഇത്രത്തോളം നീ സ്നേഹിച്ചുവല്ലോ കർത്താവെ. പലവിധ ഭാരങ്ങളാലും പലവിധ സങ്കടങ്ങളാലും ഏറെയേറെ ദുഃഖങ്ങളാലും ഒക്കെയും ഞങ്ങളും ഞങ്ങളോടൊപ്പമുള്ള എല്ലാവരും ഈ കൂടാരത്തിൽ വന്നിരിക്കുന്നത് നീ കാണുന്നുവല്ലോ കർത്താവെ. നിൻ്റെ പൊന്നുകരങ്ങളിലേക്ക് ഞങ്ങളുടെ ഓരോരുത്തരുടെയും വിഷയങ്ങളെ സമർപ്പിക്കുന്നു. ആ സെഹിയോൻ മാളികയിൽ ഇറങ്ങിയതായ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ ഹോളിലൂടെ ഇറങ്ങി വന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലമേലിറങ്ങി പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് തുള്ളിച്ചാടി ഞങ്ങൾ ഈ ഹോള് വിട്ടു പോകുവാൻ തക്കോണം കരുണയുള്ള കർത്താവേ നീ കൃപ ചെയ്യണമേ. ഇന്ന് വചനവുമായി വന്നിരിക്കുന്ന മക്കളെയും നിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, ഞങ്ങളുടെ അയോഗ്യതകളൊന്നും നീ കണക്കിടാതെ കരുണയുള്ള കർത്താവെ, ആ മക്കളുടെ നാവിലൂടെ തീക്കൊത്ത വചനങ്ങളെ നീ ഞങ്ങൾക്ക് പകർന്നു തന്ന് കരുണയുള്ള കർത്താവെ, കരിക്കട്ടകളായി ഞങ്ങൾ ഓരോരുത്തരും കനൽക്കട്ടകളായി ഒരാളിപ്പടരുന്ന തീപ്പന്തങ്ങളായി ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകുവാൻ തക്കോണം ജീവനുള്ള ദൈവം ഇന്ന് ഇറങ്ങി നിന്ന് പ്രവർത്തിക്കണമേ. പരിശുദ്ധാത്മാവെ, ഈ ഹോളിലൂടെ നീ വട്ടമിട്ട് പറക്കണമേ. ഞങ്ങളുടെ ഓരോരുത്തരുടെയും തലമേൽ നീ ചവിട്ടണമേ. കരുണയുള്ള കർത്താവിൻ്റെ ആണിപ്പാടുള്ള കരമെന്ന് ഇറങ്ങി വന്ന് ഞങ്ങളോട് ഓരോരുത്തരോടും സംസാരിക്കണമേ. എൻ്റെ കരുണയുള്ള കർത്താവെ, ഞങ്ങൾ ഓരോരുത്തരും വിട്ടുപോന്നിരിക്കുന്ന ഭവനങ്ങളെയും രോഗാവസ്ഥയിലായിരിക്കുന്നവരെയും ഹോസ്പിറ്റലുകളിലായിരിക്കുന്നവരെയും കർത്താവെ നിൻ്റെ പൊന്നുപാദത്തിൻ്റെ ചുവട്ടിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥ, എൻ്റെ യേശുനാഥ, അനേകർ ഈ ഭൂമിയിൽ കർത്താവെ സമാധാനമില്ലാതെ സ്വസ്ഥതയില്ലാതെ ഈ ഭൂമിയിൽ കർത്താവെ ആരിലും ചാരുവാൻ ആശ്രയമില്ലാതെ അല്ലിരുമ്പോൾ കർത്താവെ നീ ഞങ്ങൾക്കൊരു നല്ല കൂട്ടായ്മ തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ആവശ്യങ്ങളും സങ്കടങ്ങളും എന്ന് പറഞ്ഞ് കർത്താവെ നിൻ്റെ പാദപീഠത്തിൽ വീഴുവാൻ നീ ഞങ്ങൾക്കൊരു കൃപ തന്നതിനാൽ ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, എവിടെ കിടന്നവരായിരുന്നു ഞങ്ങൾ കർത്താവെ, ഏതെല്ലാം ഓടകളിലും ഏതെല്ലാം ചെളിക്കുണ്ടിലും കിടന്നവരായിരുന്നു ഞങ്ങൾ. എന്നാൽ എന്നെ ഞങ്ങളുടെ അയോഗ്യതകളെ നോക്കാതെ ഞങ്ങളെ കോരിയെടുത്ത് ഞങ്ങളെ ഇന്ന് ഇത്രത്തോളം നീ കൊണ്ടുവന്ന കൃപകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു.
ലോകത്തിൻ്റെ ഇമ്പങ്ങളുടെയും പിന്നാലെ പാഞ്ഞു നടന്നതായ ഞങ്ങളെ എൻ്റെ യേശു സ്നേഹിച്ച സ്നേഹത്തെ ഓർത്ത് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ തലമുറകളെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന നാഥ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ തലമുറകൾ പോകുന്നതായ വഴിപഴച്ചതായ ഈ ലോകത്തെ നിൻ്റെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്ന കർത്താവേ. ഒഴുക്കിനെതിരെ ഒഴുകുന്നവരായി ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ നീ തീർക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ തേജസ് കത്തിജ്വലിക്കുന്നവരായി ഞങ്ങളെയും ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന ദേശങ്ങളിലും ഞങ്ങൾ ഓരോരുത്തരുമായിരിക്കുന്ന കർത്താവെ കുടുംബങ്ങളിലും യേശു ക്രിസ്തുവിൻ്റെ സാക്ഷികളായി നിൽക്കുവാൻ ഞങ്ങളെ നീ യോഗ്യരാക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ കാണുന്നവർ യേശുവിനെ കാണുവാൻ തക്കവണ്ണം, ഞങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്നവർ യേശുവിനെ നോക്കുന്നവരും കർത്താവെ. മറ്റുള്ളവരോടുകൂടി സന്തോഷിക്കുന്നവരോടുകൂടി സന്തോഷിക്കുകയും കരയുന്നവരോടുകൂടി കരയുകയും ചെയ്യുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണയുള്ള കർത്താവെ, ഞങ്ങൾക്ക് അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി ഞങ്ങളെ നീ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രാർത്ഥിക്കുവാൻ നീ ഞങ്ങളെ പഠിപ്പിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ യോഗത്തെ പൂർണ്ണമായും യേശുവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. മാനവും മഹത്വവും യേശു ഏറ്റെടുക്കണമേ. തിരുനാമം ജയമെടുക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ. നമുക്കൊരു അനുഭവ സാക്ഷ്യം കേൾക്കാം. നമ്മളോട് സാക്ഷ്യം പറയുന്നത് ഷായിച്ചാൻ ചിങ്ങവനം. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. ഈ 2026 ജനുവരി മാസം തന്നെ ഒരു സാക്ഷ്യം പറയുവാൻ ദൈവം എനിക്ക് ഒരവസരം തന്നു. ദൈവത്തെ നന്ദിയോടെ ഞാൻ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ ഇവിടെ വന്നിരിക്കുന്ന എല്ലാവർക്കും തന്നെ അറിയാമല്ലോ. ഞാൻ ഈ ചിങ്ങവനത്ത് ദേറാപ്പള്ളി ഇടവക്കാരനാണ്, ഒരു ജ്ഞാനായ സഭ അംഗവുമാണ്. ഇപ്പോൾ ഞാൻ കടന്നു പോന്നപ്പോൾ ഞാൻ ഓർക്കുകയായിരുന്നു, ഇവിടെ നടക്കുന്നതായ ഇപ്പോൾ ആ ബഹളങ്ങളും ഒരു കാലത്ത് ഇതിൻ്റെയൊക്കെ മുമ്പിൽ കൊടിയും പിടിച്ച് മദ്യപിച്ച് നടന്നതായ ഒരവസരങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ദൈവത്തിൻ്റെ വചനവുമായി ദൈവത്തിൻ്റെ ആ വചനം എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ഇന്ന് ആ നടുക്കൂടെ ഇന്ന് പോന്നപ്പോൾ ഞാൻ ഓർത്തുപോയി, ദൈവം എന്നെ എത്രത്തോളം സ്നേഹിക്കുന്നല്ലോ. ഈ കുഴഞ്ഞ ചേറ്റിൽ നമ്മളൊന്ന് പ്രാർത്ഥിച്ചപ്പോൾ കേട്ടതുപോലെ കുഴഞ്ഞ ചേറ്റിൽ നിന്ന് നമ്മളെ കൈപിടിച്ച് ഉയർത്തിയവനായ ഒരു ദൈവം. അല്ലെങ്കിൽ ഞാനും ഇന്ന് ഇതേപോലെ തന്നെ കിടന്ന് കൂത്താടി നടക്കേണ്ടതായ ഒരവസ്ഥ, എൻ്റെ കുടുംബവും നഷ്ടപ്പെട്ടു പോകേണ്ടതായ ഒരവസ്ഥയായിരുന്നു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ എൻ്റെ ഭാര്യയുടെ നിർബന്ധത്തിന് വഴങ്ങി ഈ ഒരു 25 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നത്. കാരണം എൻ്റെ വീട്ടിലെ 2 നേരം പ്രാർത്ഥനയും പള്ളിപ്പോക്കും തീർത്ഥയാത്രകളും നേർച്ച കാഴ്ചകളും ഒക്കെ ഉള്ള ആ ഒരു ആത്മീയമാണ് എൻ്റെ ഭവനത്തിലുണ്ടായിരുന്നത്. എന്നാൽ എൻ്റെ ഭാര്യയുടെ ഭവനത്തിൽ എന്ന് പറഞ്ഞാൽ ഭാര്യയുടെ പിതാവ് ഒരു സുവിശേഷകനായിരുന്നു. നമ്മുടെ ശ്രേഷ്ഠ ദൈവദാസന്മാരുമായിട്ട് സഭ ഒന്നിച്ചു നിന്ന ഒരു കാലത്ത് സുവിശേഷ വേലയ്ക്ക് പല കൺവെൻഷനുകളിലും പ്രസംഗിക്കുകയും അങ്ങനെ നടന്ന ഒരു വ്യക്തിയായിരുന്നു എൻ്റെ ഭാര്യയുടെ പിതാവ്. അപ്പോൾ പപ്പയുടെ അവരുടെ വീട്ടിൽ അതുപോലെ കൂട്ടായ്മയുടെ അനുഭവത്തിൽ ജീവിച്ചു വന്നതായ എൻ്റെ പ്രിയ ഭാര്യ പക്ഷേ എൻ്റെ ഭവനത്തിൽ വന്നപ്പോൾ നേരെ തിരിച്ചുള്ളതായ ഒരവസ്ഥയായിരുന്നു. അങ്ങനെ അവൾ പല സന്ദർഭങ്ങളിലും കൂട്ടായ്മകൾ അന്വേഷിച്ചു. അങ്ങനെ അവൾക്ക് ഈ കൂട്ടായ്മയിൽ ഒരു ദൈവദാസൻ പ്രസംഗിക്കുന്ന സ്ഥലത്ത് വരുവാനും അവിടെ നിന്ന് കേട്ടപ്പോൾ അവർക്കൊരു പ്രത്യേക അനുഭവം തോന്നി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നെ നിർബന്ധിച്ച് എന്നെ പറഞ്ഞു വിടുകയുണ്ടായി, ഈ കൂട്ടായ്മയ്ക്കൊന്ന് പോകണം, പോയി നമ്മളതൊന്ന് കേട്ടേ പറ്റുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെയാണ് ഞാൻ ഈ കൂട്ടായ്മയിലേക്ക് കടന്നു വരുന്നതും. ആ വന്ന അന്ന് തന്നെ എൻ്റെ പ്രകടമായ പാവങ്ങൾ ദൈവത്തിൻ്റെ കൃപയാൽ ഞാൻ ഉപേക്ഷിച്ചു. ഞാൻ ശരിക്കും ദേറാപ്പള്ളിയിലൊരു മധുബായിലൊരു ശുശ്രൂഷക്കാരനായിരുന്നു. തലേദിവസവും ഞങ്ങൾ ഒന്നിച്ച് മദ്യപിച്ചിട്ടാണ് ശുശ്രൂഷയ്ക്ക് ദേവാലയത്തിൽ പിറ്റേ ദിവസം കയറിക്കൊണ്ടിരുന്നത്. ദേവാലയത്തിലെ ആ മധുബഹ എന്തായിരുന്നു, അവിടുത്തെ പരിശുദ്ധി എന്താണെന്ന് അറിയാൻ മേലാതെ നടന്നതായ ഒരു കാലം, അതൊക്കെ ഒരു നേട്ടമായി. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ നാട്ടിലും എൻ്റെ കുടുംബത്തിലും എല്ലാവർക്കും ഞാൻ ഏറ്റവും പ്രിയങ്കരനായിരുന്നു. ആർക്കും ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്നുള്ള അറിയത്തുമില്ലായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ ഓർക്കുകയായിരുന്നു, ഇങ്ങനൊരു സ്വഭാവം ഉണ്ടെന്ന് എൻ്റെ ഭാര്യാപിതാവ് അറിഞ്ഞിരുന്നത് തീർച്ചയായിട്ടും എനിക്ക് അവളെ കല്യാണം കഴിച്ച് തരത്തില്ലായിരുന്നു. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അവരൊക്കെ അങ്ങനെ പുറമേ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും നല്ലവനെന്നുള്ളതായ ആ രീതിയിലാണ് എല്ലാവരും കണ്ടിരുന്നത്. അദ്ദേഹമാണെങ്കിലും അന്ന് കാലം ചെയ്തു പോയ ക്ലീമിസ് സിനിമയോടാണ് എന്നെപ്പറ്റി അഭിപ്രായം ചോദിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, അവൻ നല്ലൊരു പയ്യനാണ്. അങ്ങനെ ആ ഒരൊറ്റ വാക്കിലാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അങ്ങനെ കാലങ്ങൾ മുന്നോട്ട് വന്നു. എനിക്ക് 2 കുഞ്ഞുങ്ങളായി.
എനിക്ക് അതിനെല്ലാം എൻ്റെ കുടുംബത്തിൽ ഞങ്ങൾ 6 സഹോദരങ്ങളാണ് ഉണ്ടായിരുന്നത്. ഒരു സഹോദരനാണ് മഞ്ഞിനിക്കര തീർത്ഥയാത്രയ്ക്ക് പോയപ്പോഴേക്കും അവിടെ വെച്ച് ആറ്റിൽ മുങ്ങി മരിക്കുകയും അതോടുകൂടി എൻ്റെ പിതാവിനെ സംബന്ധിച്ച് ഞങ്ങൾ ചിങ്ങവനത്ത് ഏറ്റവും നല്ല രീതിയിൽ ഒരു ബിസിനസ് നടത്തിക്കൊണ്ടിരുന്ന പിതാവിൻ്റെ ബിസിനസ്സൊക്കെ ഏറെക്കുറെ തകർന്നു പോകുന്ന അവസ്ഥയിലേക്ക് വന്നു. അതുകൂടാതെ തന്നെ പിതാവിനെ ഏതാണ്ട് 78 കാലഘട്ടത്തിൽ 2 കണ്ണിൻ്റെയും കാഴ്ച നഷ്ടപ്പെട്ടു പോയിട്ട് 30-35 വർഷക്കാലം കാഴ്ചയില്ലാതെ ഭവനത്തിലിരിക്കുന്ന ഒരവസ്ഥ. ഇങ്ങനെയെല്ലാം വന്നപ്പോൾ ഞാൻ ഏറ്റവും നല്ല രീതിയിൽ ഒരു 15-16 വയസ്സ് വരെ നല്ല രീതിയിൽ ജീവിച്ചു വന്നതായ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ കുടുംബത്തിൻ്റെ ഭാരം എൻ്റെ ചുമലിലേക്കായി. അങ്ങനെ വന്ന് ഞാനൊരു ഫാബ്രിക്കേഷൻ വർക്കുകാരോട് കൂടി അവിടെ 5-8 വർഷം നടന്നു. അതിനുശേഷം എൻ്റെ വിവാഹത്തിന് ശേഷം വീണ്ടും എനിക്ക് മുന്നോട്ടൊരു ഗതിയില്ലാത്ത അവസ്ഥയായി. കാരണം 2 കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് പോകണം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴത്തേനാണ് എനിക്ക് ഒരു സെമി ഗവൺമെൻറ് സ്ഥാപനത്തിലൊരു ജോലി കിട്ടുന്നത്. ആ ജോലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സാധനങ്ങൾ കയറ്റാനും ഇറക്കാനും ആയിട്ട് ഒരു പീസ് വർക്കായിട്ട് എനിക്ക് അവിടെ കിട്ടുകയാണ്. പക്ഷേ ഞാനത് സംതൃപ്തിയോടെ അവിടെ ആ ജോലി ചെയ്തതും വിശ്വസ്തയോടെ ചെയ്തതുകൊണ്ടും എന്നെ അവരുടെ ബോർഡിലെ മീറ്റിങ്ങിൽ വെച്ച് എനിക്ക് സ്ഥാനക്കയറ്റം നൽകി. അങ്ങനെ ഞാൻ ആ ഒരു 30 വർഷക്കാലം ആ സ്ഥാപനത്തിൽ ജോലി ചെയ്ത് ആ സ്ഥാപനത്തിലെ ഒരു മാനേജർ എന്നുള്ള തസ്തികയെ തന്നെ ഞാൻ റിട്ടയർ ചെയ്യാനായിട്ട് ദൈവം എനിക്ക് ഭാഗ്യം തന്നു. ഇതൊക്കെ ഞാൻ പറഞ്ഞ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഉണ്ടായപ്പോഴും ഞാൻ ഈ കൂട്ടായ്മ വന്നു എന്ന പേരിൽ എൻ്റെ ഭവനത്തിൽ നിന്നും എൻ്റെ സഹോദരങ്ങളും എല്ലാവരും എനിക്ക് വളരെ വെറുപ്പായി. അവർക്കെല്ലാം എതിർപ്പുമായി. എന്നെ എന്തോ ഒരു വേറെ രീതിയിലാണ് അവരെല്ലാം കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാനും എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഞങ്ങൾ ഒറ്റപ്പെട്ടു പോയതായ ഒരവസ്ഥ. അങ്ങനെ വന്ന അവസ്ഥയിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ വളരെ ബുദ്ധിമുട്ടേണ്ടി വന്നു. പല പ്രശ്നങ്ങളുണ്ടായി. ഞങ്ങൾക്കൊരു ഭവനമില്ല. പക്ഷേ അവിടെ എല്ലാം ഞങ്ങൾക്ക് ഒരു കാര്യം ഞങ്ങൾക്ക് തന്നു. കാരണം ഈ ദൈവമക്കൾ പല ദൈവമക്കളും നമ്മുടെ ഈ കോട്ടയത്തുള്ള ദൈവമക്കൾ അതുപോലെ കോലഞ്ചേരിയിലുള്ള ദൈവമക്കളുമൊക്കെ പലപ്പോഴും ഞങ്ങളെ കാണുമ്പോഴും ഞങ്ങളുടെ അവസ്ഥ അവർക്കെല്ലാം വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് അവർ പലപ്പോഴും ഞങ്ങളോട് പറയും, കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്കുക, ആരോടും ഒരു വൈരാഗ്യമോ ഒരു പിണക്കമോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾക്കൊരു പിണക്കമോ ഒന്നും ഉണ്ടായില്ല. പക്ഷേ അതുകൊണ്ട് ഞങ്ങൾക്ക് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെക്കാട്ടിലും അധികമായിട്ട് ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. അതുപോലെ എൻ്റെ മോളാണെങ്കിലും അവൾ ഒരു സുപ്രഭാതത്തിൽ അവൾക്ക് ഒരു സൈഡ് തളർന്ന പോലെ അവസ്ഥയായി. ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറയുന്നത് ഇനി ഈ കുട്ടി നടക്കാൻ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞ് ഞങ്ങളെ വിടുകയാണ്. എന്നാൽ ദൈവമക്കളുമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്തപ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നൊരു കാര്യമുണ്ട്. മാതാപിതാക്കളോട് എന്തെങ്കിലും നിൻ്റെ ഉള്ളിൽ കയ്പുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കണം. ആ കേട്ട നിമിഷം തന്നെ ഞാൻ എൻ്റെ മാതാപിതാക്കളോട് ക്ഷമ ചോദിക്കുകയും എൻ്റെ സഹോദരങ്ങളോടൊക്കെ പോയി ക്ഷമ ചോദിച്ച് ദൈവം അവളെ വിടുവിച്ചു. ഇന്ന് 2 കുഞ്ഞുങ്ങളുടെ മാതാവായിട്ട് വിദേശത്ത് ജോലി ചെയ്യുവാൻ ദൈവം അവൾക്കൊരു ഭാഗ്യം കൊടുത്തു, പൂർണ്ണ ആരോഗ്യത്തോടു കൂടി. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടിയതായ ഒരു കാഴ്ചപ്പാടെന്ന് പറഞ്ഞാൽ ക്രിസ്തുവിനെ എനിക്ക് കണ്ടെത്തി. അതുകൊണ്ട് ആ ക്രിസ്തുവിനെ ഞാൻ സ്വീകരിച്ചു. പക്ഷേ എങ്കിൽ തന്നെയും എൻ്റെ ഉള്ളിലെ പിന്നെ മുന്നോട്ട് ഓരോരോ വചന ശുശ്രൂഷ കേൾക്കുമ്പോഴാണ് ഞാൻ മനസ്സിലാകുന്നത് എൻ്റെ ഉള്ളിലും പല കാര്യങ്ങൾ കിടപ്പുണ്ട്. ഒരു പെട്ടെന്ന് കോപിക്കുന്ന ഒരു സ്വഭാവം, നീരസം, മുഷിച്ചിൽ, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. ഞാൻ ദൈവത്തോട് പറയുന്നുണ്ട്, പല കാര്യങ്ങളും എൻ്റെ കർത്താവ് എനിക്ക് മാറ്റിത്തരണം. ഞാൻ പുറമേ ആരോടും ഒന്നും കാണിക്കാറില്ല, പുറമേ അങ്ങനെയൊന്നും പ്രവർത്തിക്കാറില്ലെങ്കിൽ പോലും എനിക്ക് വീട്ടിലാണ് ഇതൊക്കെ ചില സന്ദർഭങ്ങൾ വരുമ്പോൾ പെട്ടെന്ന് എന്നെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു. കർത്താവ് എനിക്ക് അതിനൊക്കെ ഒരു വിടുതൽ തരുന്നു. കുഞ്ഞുങ്ങളോടാണെങ്കിലും സ്നേഹമായിട്ട് ഇടപെടാനും അവരോടും പറഞ്ഞു കൊടുക്കേണ്ട രീതിയിൽ കൂടെ. ഇപ്പോഴും അവർക്കും പല പ്രശ്നങ്ങളെ നേരിടേണ്ടി വരുന്നു. എല്ലാം ശരിയായി എന്നുള്ളതല്ല, പക്ഷേ ആ പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾക്ക് കിട്ടിയതായ, ഞങ്ങൾ അനുഭവിച്ചതായ അനുഭവം, കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ കൂടെ ആ പ്രതിസന്ധികളിലൊക്കെ വന്നപ്പോൾ അവരും കണ്ടതായ ഒരു കാര്യമുണ്ട്. രാത്രിയുടെ യാമങ്ങളിൽ ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞങ്ങൾ നിന്ന് പ്രാർത്ഥിച്ചപ്പോഴേക്ക് ആ പിറ്റേ ദിവസം തന്നെ ആ വിഷയങ്ങൾ മാറിപ്പോകുന്നു. ഇന്നും അതുകൊണ്ട് പിള്ളേർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ അവർ വിളിക്കുമ്പോൾ ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമുള്ളൂ, വചനം പറഞ്ഞു കൊടുക്കും. നിങ്ങൾ ആ വചനം പറയുക, അതിൽ കൂടി നിങ്ങൾക്ക് ദൈവം ഒരു ആശ്വാസം തരും. അത് ഇപ്പം ഞങ്ങൾ പലപ്പോഴും ഞങ്ങൾ ഓരോ ദിവസങ്ങളും ഞങ്ങൾ അനുഭവിക്കുന്നുണ്ട് പിള്ളേർ വിളിക്കുമ്പോഴേക്കും. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങളെ തൊട്ട് ദൈവം നടത്തുന്നത് ഞാൻ അനുഭവിക്കുന്നു. ഇന്നും എനിക്കൊരു കൊതിയേ ഉള്ളൂ, കർത്താവെ നിൻ്റെ ആ ഹിതത്തിനൊത്തവണ്ണം ജീവിക്കണം. നമ്മൾ ഈ 31 കേട്ടല്ലോ, എൻ്റെ കർത്താവിൻ്റെ ഹിതം മതി. എൻ്റെ കർത്താവ് എൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കണം. എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. ഞാൻ എൻ്റെ കർത്താവിനെ സ്നേഹിച്ചില്ലെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ സ്നേഹിക്കുന്നു. എനിക്കത് മാത്രമേ ഉള്ളൂ ഒരു കൊതിയുള്ളൂ. അതുകൊണ്ട് ഞങ്ങളിപ്പോൾ കുടുംബമായിട്ട് ഞങ്ങൾ ഈ 26-ലും
31-ാം തീയതി തീരുമാനം എടുത്തു. ഇനി ഞങ്ങളുടെ കുടുംബത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലും ഒരു അക്കച്ചക്കൽ എല്ലാവരും ക്ഷമിക്കുക, പരസ്പരം ക്ഷമിക്കുക. അതുകൊണ്ട് അതിൻ്റേതായ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേക സന്തോഷമാണെന്ന് വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഇപ്പോഴത് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ഈ 2026 എടുത്തു. അതുപോലെ കുഞ്ഞുങ്ങളോടും അത് ഈ 31 ആണെങ്കിലും ഞങ്ങൾക്ക് അവിടെ കുഞ്ഞുങ്ങൾ വിദേശത്താണെങ്കിലും ഞങ്ങൾക്ക് ഒരുമിച്ച് കോലഞ്ചേരിയിൽ നമ്മുടെ ആ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ അവരും അവിടെ ഇരുന്ന് ഞങ്ങൾക്ക് കുടുംബമായി തന്നെ ഇരുന്ന് ഒരു പുതിയ തീരുമാനങ്ങൾ എടുക്കുവാനും ആ പ്രാർത്ഥനയെ പങ്കുകൊള്ളാനും ഒക്കെ ദൈവം ഒരു കൃപ ചെയ്തു. സമാധാനവും സന്തോഷവും ഞങ്ങളുടെ ഭവനത്തിൽ നിന്ന് തരുന്നു. ഒരു വിഷയങ്ങൾ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ചിലപ്പോൾ ഒന്ന് വാടും, പക്ഷേ എങ്കിൽ തന്നെ ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് അതിനൊരു തീരുമാനം ഒരു പോംവഴി കണ്ടെത്തുക. അതായത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് ഞങ്ങൾ ആ വിഷയത്തിന്മേൽ ഒരു ജയം പ്രാപിക്കും. അങ്ങനെ ദൈവം ഞങ്ങളെ ഓരോ കാര്യങ്ങളും നടത്തുന്നു. ഇനിയുള്ള ഒരേ ഒരു കൊതി മാത്രമേ ഉള്ളൂ, കർത്താവിൻ്റെ കരം പിടിച്ച് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടാലും, എനിക്കിപ്പോൾ 68 വയസ്സായി, ഏത് സമയം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. അപ്പോൾ എപ്പം മാറ്റപ്പെട്ടാലും എന്നെ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് അക്കരെ നാട്ടിൽ കടന്നു പോകണം. ആ ഒരേ ഒരു കൊതി മാത്രം. അത് എന്നാലാവുന്നതുപോലെ എൻ്റെ അനേകരെ നേടിക്കൊണ്ട് പോകണമെന്നാണ് എൻ്റെ ആഗ്രഹം. മുൻകാലങ്ങളിലൊക്കെ അനേക ഭവനങ്ങൾ കയറുവാനും ഒക്കെ എനിക്ക് അവസരങ്ങൾ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പം വളരെ അതിനൊന്നും ഉള്ളതായ ചില സാഹചര്യങ്ങളിൽ അതിനൊന്നും പറ്റാതെ പോകുന്നുണ്ട്. അതിൻ്റേതായ വിഷമങ്ങളുണ്ട്. എങ്കിൽ പോലും പറ്റാവുന്ന രീതിയിൽ ആത്മാക്കളെ നേടിക്കൊണ്ട് ദൈവസന്നിധി ചെന്നെത്തണമാണ് എന്നാണ് എൻ്റെ പ്രാർത്ഥന. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയെ ചോദിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം നിർത്തുന്നു. ദൈവനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. നമ്മൾ വീണ്ടും ഒരു ലഘു പ്രസംഗം കേൾക്കുവാണ്. വചനം പറയുന്നത് ആൽഫിൻ കുര്യൻ. നമുക്ക് പ്രാർത്ഥനയോടെ ഇരിക്കാം. ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഒരു സാക്ഷിയായി ഈ ദേശത്ത് ഈ 2026 വർഷത്തിൻ്റെ ആദ്യത്തെ യോഗത്തിലൂടെ ആയിരിക്കാൻ ദൈവം തന്ന വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പേര് പറഞ്ഞുവല്ലോ, എൻ്റെ പേര് അഫിൻ കുര്യൻ. എൻ്റെ വീട് വെങ്ങോലയിലാണ്, പെരുമ്പാവൂരിനടുത്ത്. വളരെ ചെറുപ്പം മുതലേ ഈ കൂട്ടായ്മയിൽ വരുവാനും ദൈവത്തിൻ്റെ വചനം കേട്ട് വളരുവാനും വലിയ ഭാഗ്യം ലഭിച്ചു. എന്നാൽ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ കേട്ട വചനത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിച്ചു എന്ന് പറയുവാൻ എനിക്കില്ല. ഞാൻ കേട്ട വചനം എന്താണെന്നോ, അതിൻ്റെ ശക്തി എന്താണെന്നോ, അതിൻ്റെ പ്രാധാന്യം എന്താണെന്നോ, ജീവിതത്തിൽ ഞാൻ അത് അനുഷ്ഠിച്ച് ജീവിക്കണമെന്നോ ഒന്നും മനസ്സിലാക്കാതെ തികച്ചും ജഡീകനായ ഒരു യൗവനക്കാരൻ എപ്രകാരമെല്ലാം ഈ ഭൂമിയിൽ ജീവിക്കാമോ, ഏതെല്ലാം അഴുക്കുകളിലേക്ക് ഇറങ്ങിപ്പോകാമോ, അപ്രകാരമെല്ലാം എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുത്ത് കൂട്ടുകാരുടെ കൂടെയും സ്വയമായും എല്ലാം പാപങ്ങളിലേക്ക് ഇറങ്ങി ഞാനും എൻ്റെ യൗവനകാലം കഴിച്ചു. എന്നാൽ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്നത് സ്ഥിരമായി തുടർന്നുകൊണ്ടിരുന്നു. വീട്ടിൽ നിർബന്ധമായിരുന്നതിനാൽ വചനം കേൾക്കുവാൻ പോയിക്കൊണ്ടിരുന്നു. സ്ഥിരമായി ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നതിനാൽ ജീവിതത്തിൽ പതിയെ മാറ്റങ്ങൾ ദൈവം തന്നു. വചനം കേൾക്കുമ്പോൾ സമർപ്പണങ്ങളെടുക്കും, എന്നാൽ പലപ്പോഴും അതിൽ നിലനിൽക്കുവാൻ സാധിക്കുമായിരുന്നില്ല. എന്നാൽ നാളുകൾ ജീവിതത്തിൽ വചനം കേട്ടതുകൊണ്ട് എൻ്റെ ജീവിതവും യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കണമെന്ന ഒരു ബോധ്യം ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാൻ പാപത്തിൻ്റെ പിന്നാലെ, ലോകത്തിൻ്റെ പിന്നാലെ ജീവിച്ചാൽ എൻ്റെ ജീവിതം കൊണ്ട് യാതൊരു അർത്ഥവും ഉണ്ടാവുകയില്ല എന്ന ഒരു സുബോധം ദൈവം എനിക്ക് തന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. എൻ്റെ ഉള്ളിൽ ദൈവം ഒരാത്മാവിനെ ദൈവത്തിൻ്റെ അംശമായി പകർന്നു തന്നിരിക്കുന്നു. അത് ദൈവസന്നിധിയിൽ തിരികെ എത്തിക്കുക എന്ന വലിയൊരു ഉത്തരവാദിത്തം എൻ്റെ ജീവിതം കൊണ്ട് എനിക്കുണ്ട് എന്ന ഒരു ബോധ്യം അത് ദൈവം എൻ്റെ ജീവിതത്തിൽ കൃപയാൽ തന്നു. അതിനാൽ യേശുക്രിസ്തുവിന് വേണ്ടി എൻ്റെ ജീവിതം സമർപ്പിക്കുവാൻ കർത്താവ് ഒരു കൃപ തന്നു. എൻ്റെ ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ എനിക്കിടവന്നു. തന്മൂലം ഒരു തീരുമാനവും ദൈവം എൻ്റെ ജീവിതത്തിൽ തന്നു. ഞാൻ ജീവിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, ഞാൻ പ്രവർത്തിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിനായി, ഞാൻ മരിക്കുന്നുവെങ്കിൽ യേശു ക്രിസ്തുവിനായി. ഇന്ന് ആ സമർപ്പണത്തോടെ നിൽക്കുവാൻ, ദൈവനാമത്തിനു വേണ്ടി പ്രവർത്തിക്കുവാൻ
യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കുന്നതും ചെയ്യുന്നതും നേടുന്നതും മാത്രമേ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ, നിലനിൽക്കുകയുള്ളൂ എന്ന ഒരു ബോധ്യം കർത്താവ് ജീവിതത്തിൽ തന്നു. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്നാണ് ആഗ്രഹം. ഈ ഭൂമിയിൽ എന്തെല്ലാം നേടിയാലും ഇല്ല, ഒന്നുമായില്ലെങ്കിലും എൻ്റെ ജീവിതത്തിൽ കൊണ്ട് യേശുക്രിസ്തുവിന് പ്രസാദമുള്ള പ്രവൃത്തി ചെയ്യുവാൻ എനിക്ക് സാധിക്കുന്നുവെങ്കിൽ നിത്യതയോളം നിലനിൽക്കുമെന്ന ബോധ്യം ദൈവം തന്നു. അതിന് പ്രകാരം ജീവിതം യേശുക്രിസ്തുവിന് വേണ്ടി സമർപ്പിക്കുവാൻ, ഞാൻ അതുവരെ പരിചയിച്ചു വന്ന പാപവഴികളെ ഉപേക്ഷിക്കുവാൻ, ലോകമോഹങ്ങളോട് യാത്ര പറയുവാൻ ദൈവം ഭാഗ്യം തന്നു. ഇന്ന് ഞാൻ തികഞ്ഞവനായിട്ടല്ല നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്, എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നാൽ ഈ വഴിയിലാകുവാൻ എനിക്കും അത് പിടിക്കാമോ എന്ന് കരുതി പിന്തുടരുവാൻ ദൈവം ഒരു ഭാഗ്യം തന്നു. യേശുക്രിസ്തുവിന് വേണ്ടി ജീവിക്കണമെന്ന്, യേശുക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കണമെന്ന്, എൻ്റെ ആത്മാവിനെ വിലയുള്ളതായി കരുതണമെന്ന ഒരു ഉറച്ച ബോധ്യം ദൈവം ജീവിതത്തിൽ തന്നു. അപ്രകാരം ഒരു സമർപ്പണത്തോടെ ഇന്ന് നിൽക്കുന്നു, ജീവിക്കുന്നു. നമുക്ക് അല്പസമയം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിക്കുവാനായി ഒരു വേദഭാഗം വായിക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 14 അധ്യായം അതിൻ്റെ 22 വാക്യം നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. അപ്പോസ്തല പ്രവർത്തികൾ 14 അധ്യായം 22 വാക്യം. വിശ്വാസത്തിൽ നിലനിൽക്കണം എന്നും നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നുവെന്നും പ്രബോധിപ്പിച്ച് ശിഷ്യന്മാരുടെ മനസ്സുറപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. നാം ഇപ്പോൾ പാടിക്കേട്ടതുപോലെ നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. നാം ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ അനേകം കഷ്ടതകൾ നമ്മുടെ മുമ്പിലുണ്ട്. കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും പറഞ്ഞിട്ടില്ല നിങ്ങൾ എന്നെ അനുഗമിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് കഷ്ടങ്ങൾ ഉണ്ടാവുകയില്ല എന്ന്. നിങ്ങൾക്ക് എന്നും സമൃദ്ധിയായിരിക്കുമെന്ന് കർത്താവ് നമ്മോട് പറഞ്ഞിട്ടില്ല. കർത്താവ് പറഞ്ഞു നിങ്ങൾ അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ കടക്കേണ്ടതാകുന്നു. നാം ഈ ഭൂമിയിൽ കഷ്ടം സഹിക്കേണ്ടതുണ്ട്. എന്തിനു വേണ്ടി? ദൈവരാജ്യത്തിനു വേണ്ടി. നമ്മുടെ മുമ്പിൽ ദൈവം ഒരുക്കിയിരിക്കുന്ന നിത്യമായ ഒരു ഭാവിക്ക് വേണ്ടി ഈ ഭൂമിയിൽ നാം കഷ്ടങ്ങൾ സഹിക്കേണ്ടതുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 16 അധ്യായം 33 വാക്യത്തിലും നാം ഈ കാര്യം കാണുന്നുണ്ട്. കർത്താവ് തൻ്റെ സ്വന്തമായാൽ തന്നെ അനുഗമിക്കുന്നവരോട് പറഞ്ഞു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്. ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തുവിനെ അനുഗമിക്കുവാൻ ഒരു വ്യക്തി ജീവിതത്തിൽ തീരുമാനിക്കുമ്പോൾ ഗ്യാരണ്ടീഡായ ഒരു വസ്തുതയാണ് കഷ്ടത. ദൈവത്തിൻ്റെ സ്തോത്രം. ഒരിക്കലും നാം പലപ്പോഴും കേട്ടിട്ടുണ്ട് ക്രിസ്തീയ ജീവിതം ഒരു പൂമെത്തയല്ല എന്ന്. കഷ്ടതകളുള്ള, പ്രയാസങ്ങളുള്ള ഒരു വഴിയാണ്. നമ്മുടെ മുമ്പിൽ നാം ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി സ്വാതന്ത്ര്യത്തോടെ ജീവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ 2 വഴികൾ ദൈവം വെച്ചിട്ടുണ്ട്. നമുക്ക് ലോകത്തിൻ്റെ പിന്നാലെ പോകാം, ദൈവത്തിൻ്റെ പിന്നാലെ പോകാം. വലിയൊരു ഭൂരിപക്ഷം അനുഗമിക്കുന്ന വഴിയെ നമുക്ക് യാത്ര ചെയ്യുവാൻ സ്വാതന്ത്ര്യമുണ്ട്, തീർച്ചയായും. എന്നാൽ ഏറ്റവും ചുരുങ്ങിയ ഒരു പക്ഷം യാത്ര ചെയ്യുന്ന വഴിയിലേ പോകുവാനും നമുക്ക് തീരുമാനിക്കാം. ആ വഴി കഷ്ടതകളുള്ളതാണ്, അത് ഇടുക്കമുള്ളതാണ്, അത് ഞെരുക്കമുള്ളതാണ്. അതിലൂടെ സഞ്ചരിക്കുന്നവർ വളരെ ചുരുക്കവുമാണ്. നമുക്ക് ആ വഴി കണ്ടെത്തുവാൻ ഈ വചനം കേൾക്കുന്നത് മൂലം ഭാഗ്യം ലഭിച്ചു. ദൈവത്തിൻ്റെ വചനം കേൾക്കുവാനും സത്യമായും യേശുക്രിസ്തു അല്ലാതെ ജീവനിലേക്കും നിത്യരക്ഷയിലേക്കും വേറൊരു വഴിയില്ല എന്ന് തിരിച്ചറിയുവാൻ നമുക്കൊരു ഭാഗ്യം ലഭിച്ചു. നാം ഇന്ന് സഞ്ചരിക്കുന്നത് ആ വഴിയിലാണോ? ഇടുക്കമുള്ള വഴിയിലാണോ? ഞെരുക്കമുള്ള പാതയിലാണോ? ദൈവത്തിൻ്റെ സ്തോത്രം. ക്രിസ്തു യേശുവിൽ ഭക്തിയോട് ജീവിക്കുന്ന ഏവർക്കും കഷ്ടതയുണ്ട് എന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. നാം വേദപുസ്തകം വായിക്കുമ്പോൾ, തിരുവചനം വായിക്കുമ്പോൾ ദൈവത്തോട് അടുത്ത് വന്നവരെല്ലാം ജീവിതത്തിൽ കഷ്ടതകളിലൂടെ നടന്നവരാണ്, കഷ്ടതകൾ അനുഭവിച്ചവരാണ്. ആ കഷ്ടതകളിലൂടെ തികഞ്ഞു വന്ന വിശ്വാസത്താൽ ദൈവത്തോട് അടുത്തവരാണ്. ദൈവത്തിൻ്റെ സ്തോത്രം. നാം ഈ ഭൂമിയിൽ കഷ്ടതകൾ അനുഭവിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ തീർച്ചയായും ഒരു പ്രത്യാശ ഉണ്ടാവണം. ഞാൻ എന്തിനു വേണ്ടി കഷ്ടം സഹിക്കുന്നു? എല്ലാവരും അനുഭവിക്കുന്ന സന്തോഷങ്ങളും സുഖങ്ങളും എല്ലാം ഞാൻ വേണ്ട എന്ന് വെക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയാണ് എന്ന ഒരു വ്യക്തമായ ബോധ്യം നമുക്കുണ്ടാകണം. ദൈവത്തിൻ്റെ സ്തോത്രം. ഈ ഭൂമിയിലെ ജീവിതം ശാശ്വതമല്ല എന്ന
വ്യക്തമായ ബോധ്യം നമ്മുടെ ഉള്ളിലുണ്ട് എങ്കിൽ നമുക്ക് മുമ്പോട്ട് കഷ്ടതകളെ അവഗണിക്കുവാൻ സാധിക്കും. കഷ്ടതകൾ വന്നാലും ഞാൻ മുറുകെ പിടിക്കുന്ന പ്രത്യാശ അത് നിത്യതയാണ് എന്ന ബോധ്യം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തു പറഞ്ഞു, എൻ്റെ രാജ്യം ഐഹികമല്ല എന്ന്. ഈ ലോകത്തിലല്ല അവൻ നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യത. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ ഞാൻ ആദ്യം ഓർമ്മിപ്പിച്ചതുപോലെ ഒരു തിരഞ്ഞെടുപ്പിൻ്റെ കാലം. ഞാൻ ഏത് വഴിയിലൂടെ പോകണം, എൻ്റെ അവസാനം അതെന്തായി തീരണം, എൻ്റെ ജീവിതം കൊണ്ട് എന്ത് പ്രയോജനമുണ്ടാകണം, ഇത് തിരഞ്ഞെടുക്കുവാനുള്ള ഒരു അവസരം ഈ ലോകത്തിലെ ജീവിതത്തിലായിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. അത് ഞാൻ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ തീരുമാനിക്കുന്നുവെങ്കിൽ തീർച്ചയായും കഷ്ടതകളുണ്ട്, പ്രതിസന്ധികളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിബദ്ധങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. എന്നാൽ അതിലെല്ലാം നമുക്ക് നിലനിൽക്കുവാനും ദൈവം കൃപ തരും. ഒരിക്കലും നമ്മെ കഷ്ടതയുള്ളൊരു വഴിയിലേക്ക് തള്ളിക്കളഞ്ഞിട്ട് പോകുന്നവനല്ല കർത്താവായ യേശുക്രിസ്തു. ഞാൻ ഈ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് ഈ ഭൂമിയിൽ ജീവിച്ച് കാണിച്ചു തന്ന ഒരു ദൈവമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ ഭൂമിയിൽ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏൽക്കാവുന്ന അപഹാസങ്ങളെല്ലാം ഏറ്റ മനുഷ്യൻ. ദൈവത്തിന് സ്തോത്രം. ഈ ഭൂമിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഏൽക്കാവുന്നതിൻ്റെ പരമാവധിയിലപ്പുറമായ കഷ്ടതകൾ സഹിച്ച് നമുക്ക് മാതൃക കാണിച്ചു തന്നു. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന്. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അനുഗമിക്കാൻ കൊള്ളാവുന്ന ഒരു മാർഗം കർത്താവായ യേശുക്രിസ്തു നമ്മുടെ മുമ്പിൽ കാണിച്ചു തന്നതിന് ശേഷം പറഞ്ഞു, നിങ്ങൾ എന്നെ അനുഗമിക്കുക. നിങ്ങൾ അനുഗമിക്കുമ്പോൾ നിങ്ങൾക്ക് കഷ്ടമുണ്ടാകും. അത് ഈ ലോകത്തിൽ മാത്രം ഒതുങ്ങുന്ന കഷ്ടതകൾ. എന്നാൽ അതിന്മേൽ നാം ജയിക്കുമ്പോൾ ഈ നിത്യമായ രാജ്യത്തിൽ നമുക്കൊരു അവകാശം അവൻ ഒരുക്കിയിരിക്കുന്നു എന്ന ബോധ്യം നമ്മെ മുമ്പോട്ട് നയിക്കുമാറാക്കും. ദൈവത്തിന് സ്തോത്രം. നാം തുടർന്ന് ദൈവത്തിൻ്റെ വചനം വായിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, അനേകർ കഷ്ടതകളിലൂടെ, ദൈവത്തിൻ്റെ സ്തോത്രം, വേദപുസ്തകം വായിക്കുമ്പോൾ തുടക്കം മുതൽ ഹാബേൽ മുതൽ അബ്രഹാം, യാക്കോബ്, യോസേഫ് തുടങ്ങി പത്രോസ്, പൗലോസ് വരെയും നാം വായിച്ചു തീരുമ്പോൾ കഷ്ടതകൾ സഹിച്ച ഒരു വലിയ കൂട്ടം നമ്മുടെ മുമ്പിലുണ്ട്. സാക്ഷികളുടെ ഇത്ര വലിയ സമൂഹം. ആരും സുഖകരമായൊരു ജീവിതം ഈ ഭൂമിയിൽ ലാവിഷായി ജീവിച്ചതുകൊണ്ടല്ല ക്രിസ്തുവിനെ പിൻപറ്റിയത്. കഷ്ടതകൾ കൊണ്ടാണ്. അനേകർ അപഹാസ്യങ്ങൾ ഏറ്റുകൊണ്ടാണ്, അടികൾ കൊണ്ടുകൊണ്ടാണ്, ജീവിതം സമർപ്പിച്ചുകൊണ്ടാണ്, ജീവൻ വെച്ചുകൊണ്ടാണ് യേശു ക്രിസ്തുവിനെ പിൻപറ്റിയത്. നാം നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കുമ്പോഴും കഷ്ടതകൾ നമ്മുടെ മുമ്പിൽ ഉണ്ടാകുമെന്ന ബോധ്യത്തോടെ. എന്നാൽ ഈ കഷ്ടതകൾ വരുമ്പോൾ ദൈവത്തെ പഴിപറയുന്നവരാകാതെ, ദൈവത്തോട് കുറ്റപ്പെടുത്തുന്നവരാകാതെ, ദൈവത്തിൻ്റെ പിന്നാലെ പോകുവാൻ ഞാൻ തീരുമാനിച്ചു, പക്ഷേ മറ്റുള്ളവരെക്കാൾ കഷ്ടത എൻ്റെ ജീവിതത്തിലാണ്. ദൈവത്തെ അറിയാതെ ജീവിക്കുന്നവരെക്കാൾ, ദൈവത്തെ പരിചയമില്ലാതെ ജീവിക്കുന്നവരെക്കാൾ എല്ലാം എൻ്റെ ജീവിതത്തിൽ കഷ്ടതകൾ കൂടുതലാണ് എന്ന് പരിതപിച്ചുകൊണ്ട് ജീവിക്കുന്നവരായി തീരാതെ, എനിക്ക് ഈ കഷ്ടതകൾ ഉണ്ട് എങ്കിൽ ഞാൻ ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് എന്ന ബോധ്യത്തോടെ അതിനെ നേരിടുവാൻ, അതിൽ ദൈവത്തിൽ ആശ്രയിക്കുവാൻ, എനിക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന നിത്യരാജ്യത്തിലെത്തുവാൻ, ഇവയെല്ലാം പ്രയോജനങ്ങളാക്കി തീർക്കുവാൻ നമുക്ക് സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നാം വേദപുസ്തകം വായിക്കുമ്പോൾ യോസേഫ് എന്ന വ്യക്തിയെക്കുറിച്ച് നാം പല പ്രാവശ്യം വായിച്ചും പഠിച്ചും പ്രസംഗിച്ചും എല്ലാം കേട്ടിട്ടുണ്ട്. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിൽ തുടങ്ങി നാം കാണുന്ന ഒരു ജീവിതമാണ് യോസേഫിൻ്റേത്. ദൈവത്തിൻ്റെ സ്തോത്രം. അപ്പൻ്റെ വാത്സല്യപുത്രനായിരുന്നു, അനുസരണമുള്ളവനായിരുന്നു. നല്ലൊരു കുടുംബത്തിൽ നല്ലൊരപ്പൻ്റെ മകനായി ജനിക്കുവാനിട വന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ 17-ാമത്തെ വയസ്സ് മുതൽ തുടങ്ങിയ ഒരു കഷ്ടകാലത്തിൻ്റെ കഥ നാം അവിടെ വായിക്കുവാൻ നമുക്ക് കാണുവാൻ സാധിക്കും. പൊട്ടക്കിണറ്റിൽ സഹോദരന്മാരാൽ ദ്വേഷിക്കപ്പെട്ട് പൊട്ടക്കിണറ്റിലേക്ക് വീഴുമ്പോഴും, അവിടെ നിന്ന് കയറി അടിമയായി വിൽക്കപ്പെടുമ്പോഴും, ചെയ്യാത്ത കുറ്റത്തിനു വേണ്ടി കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെടുമ്പോഴുമെല്ലാം ദൈവത്തോട് പരിതപിക്കാത്ത ഒരു വ്യക്തിത്വം നമുക്ക് കാണുവാൻ സാധിക്കും. ദൈവത്തെ കുറ്റപ്പെടുത്താത്ത ഒരു വ്യക്തിത്വം. അനേകം കഷ്ടങ്ങൾ ജീവിതത്തിൽ വന്നപ്പോൾ, സ്വന്തം സഹോദരന്മാർ തള്ളിയപ്പോൾ, അന്യായമായി ശിക്ഷ അനുഭവിക്കേണ്ടി വന്നപ്പോഴെല്ലാം തൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ വാഗ്ദത്തം മുറുകെ പിടിച്ചുകൊണ്ട് ദൈവത്തിനു വേണ്ടി ജീവിക്കുവാൻ തീരുമാനിച്ച ഒരു വ്യക്തിത്വം. നാം ആയിരുന്നു ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്നുവെങ്കിൽ നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കും? അന്യായമായി കഷ്ടം സഹിക്കേണ്ടി വരുമ്പോൾ, ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷ ഏൽക്കേണ്ടി വരുമ്പോൾ,
പീഡിപ്പിക്കപ്പെടുമ്പോൾ, തരം താഴ്ത്തപ്പെടുമ്പോൾ, നിസ്സഹായരായി നിൽക്കേണ്ടി വരുമ്പോഴെല്ലാം നമ്മുടെ പ്രതികരണം എപ്രകാരമായിരിക്കും? യോസേഫിൻ്റെ പ്രതികരണം ഒരിക്കലും ഞാൻ പാപം ചെയ്ത് എൻ്റെ ദൈവത്തെ ദുഃഖിപ്പിക്കുകയില്ല എന്നുള്ളതായിരുന്നു. ഈ ലോകത്തിൽ കഷ്ടങ്ങൾ ഏൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ തീരുമാനം അതായിരുന്നു. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മ അപ്പോസ്തല പ്രവർത്തികൾ 7-ാം അധ്യായം 9-10 വാക്യത്തിൽ വായിക്കുമ്പോൾ നാം കാണുന്നുണ്ട്, സ്തെഫാനോസ് തൻ്റെ ആദ്യ പ്രസംഗത്തിൽ താൻ കല്ലേറിയിട്ട് വീണാൻ പോകുന്നതിന് മുമ്പായി പ്രസംഗിക്കുന്ന പ്രസംഗത്തിൽ യോസേഫിനെ കുറിച്ച് പറയുന്ന വരികൾ നമുക്കൊന്ന് വായിക്കാം. 7-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങൾ. ഗോത്രപിതാക്കന്മാർ യോസേഫിനോട് അസൂയപ്പെട്ട് അവനെ മിസ്രൈമിലേക്ക് വിറ്റുകളഞ്ഞു. എന്നാൽ ദൈവം അവനോടുകൂടിയിരുന്ന് സകല സങ്കടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ച് മിസ്രൈം രാജാവായ ഫറവോൻ്റെ മുമ്പാകെ അവന് കൃപയും ജ്ഞാനവും കൊടുത്തു. അവനെ മിസ്രൈമിനും തൻ്റെ സർവ്വഗ്രഹത്തിനും അധിപതിയാക്കി വെച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ദൈവവൈതൽ പറയുകയാണ്, അവൻ്റെ സകല സങ്കടങ്ങളിലും ദൈവം അവനെ ഓർത്തു. മിസ്രൈം രാജാവിൻ്റെ മുമ്പിൽ അവന് കൃപ നൽകി. മിസ്രൈം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയാക്കി ഉയർത്തി. ദൈവത്തിന് സ്തോത്രം. 17-ാം വയസ്സിൽ തുടങ്ങിയ കഷ്ടത 30-ാം വയസ്സിൽ അവസാനിക്കുമ്പോൾ അദ്ദേഹത്തെ ദൈവം ഉയർത്തിയ വഴികളാണ് നാം വായിച്ചത്. പ്രാഥമികമായൊരു വിദ്യാഭ്യാസം പോലും ശീലിച്ചിട്ടില്ലാത്ത ആ മനുഷ്യനെ ദൈവം ഉയർത്തിയത് സംസ്കാര സമ്പന്നമായ മിസ്രൈം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിട്ടാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവം അനുഗ്രഹിക്കുന്ന വഴികളും വ്യത്യസ്തമാണ്. കഷ്ടതകളിലൂടെ മുമ്പോട്ട് പോയപ്പോൾ അദ്ദേഹം ചേർത്ത് പിടിച്ച വിശ്വാസവും ദൈവം നൽകിയ വാഗ്ദത്വവും അദ്ദേഹത്തെ ആ കഷ്ടതകളെ അതിജീവിക്കുവാൻ സഹായിച്ചു എന്നുള്ളതാണ് നാം വായിച്ചത്. ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തിലും കഷ്ടതകൾ വരും, പ്രശ്നങ്ങൾ വരും. നാം നനയ്ക്കാത്ത, പ്രതീക്ഷിക്കാത്ത അനേകം പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ വരും. എന്നാൽ അതിനെയെല്ലാം അഭിമുഖീകരിക്കാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി കർത്താവായ യേശുക്രിസ്തുവിലുള്ള അടിയുറച്ച പതറാത്ത വിശ്വാസം മാത്രമാണ്. അതിനാൽ മാത്രമാണ് നമുക്ക് മുമ്പോട്ട് പോകുവാൻ സാധിക്കുകയുള്ളൂ. ദൈവത്തിൻ്റെ സ്തോത്രം. യോസേഫിൻ്റെ ജീവിതം മാത്രമല്ല, വേദപുസ്തകത്തിൽ ദൈവത്തോട് ചേർന്ന് നടന്ന ഏത് വ്യക്തി ജീവിതം നാം എടുത്ത് പരിശോധിച്ചാലും നമുക്ക് മനസ്സിലാവാൻ സാധിക്കും. കഷ്ടതകളിലൂടെയാണ് എല്ലാവരും ദൈവത്തോടുള്ള ബന്ധത്തിൽ ഉറച്ചു വന്നത്. നാം കഷ്ടകാലത്തിൽ പ്രാർത്ഥിക്കുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ നാം സാധാരണയിൽ അധികമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും. എന്നാൽ നമ്മുടെ സന്തോഷകാലത്തോ അഭിവൃദ്ധിയുടെ നടുവിലും നമുക്ക് അതേ പ്രാഗൽഭ്യത്തോടെ, ദൈവത്തോടുള്ള അതേ ആശ്രയത്തോടെ നമുക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കുന്ന അവസ്ഥയിലും പ്രാർത്ഥിക്കുവാൻ സാധിക്കുന്നുണ്ടോ? ദൈവത്തിൻ്റെ സ്തോത്രം. നമ്മുടെ ജീവിതത്തോടിലേക്ക് തിരിഞ്ഞ് നമുക്ക് ചിന്തിക്കേണ്ടതുണ്ട്. ഞാൻ കഷ്ടത വരുമ്പോൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവനാണ്, ദൈവത്തിൽ അടിയായി ആശ്രയിക്കുന്നവനാണ്. പ്രതികൂലങ്ങൾ വരുമ്പോൾ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്നവനാണ്. എന്നാൽ യാതൊരു പ്രശ്നവുമില്ലാതിരിക്കെ ഞാൻ ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം മുമ്പോട്ട് നയിക്കപ്പെടുമ്പോൾ, പ്രശ്നങ്ങളില്ലാതെ സന്തോഷമായി സമാധാനമായിരിക്കുമ്പോൾ എനിക്ക് ദൈവത്തിലുള്ള ആശ്രയവും ദൈവത്തോടുള്ള പ്രാർത്ഥനയും പ്രതിബദ്ധതയും എത്ര കണ്ടുണ്ട്. ഏതവസ്ഥയിലായിരുന്നാലും, സന്തോഷത്തിലായിരുന്നാലും സങ്കടത്തിലായിരുന്നാലും ഒരേപോലെ ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാൻ നമുക്ക് സാധിക്കണം. അതിന് എൻ്റെ പ്രത്യാശ ഈ ലോകത്തിലായിരിക്കരുത്. നമ്മുടെ നിക്ഷേപം ഉള്ളയിടത്ത് നമ്മുടെ ഹൃദയം ഇരിക്കുന്നു എന്ന ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. എൻ്റെ നിക്ഷേപം ഈ ഭൂമിയിലാണെങ്കിൽ ഞാൻ ഈ ഭൂമിയിൽ മാത്രം നോക്കി ഒതുങ്ങിയിരിക്കുന്നവനായിരിക്കും. എന്നാൽ എൻ്റെ പ്രത്യാശ ഉന്നതങ്ങളിൽ ദൈവം എനിക്ക് ഒരുക്കിയിരിക്കുന്ന നിത്യമായ രാജ്യത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഭവനമൊരുക്കുവാൻ പോകുന്നു എന്ന് അരുളി ചെയ്തവൻ്റെ വാഗ്ദത്തത്തിലാണ് എങ്കിൽ നമുക്ക് ഈ ഭൂമിയിൽ പ്രശ്നമാണെങ്കിലും അല്ല സന്തോഷമാണെങ്കിലും എപ്പോഴും ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കി ജീവിക്കുവാൻ സാധിക്കും. നാം യോസേഫിൻ്റെ ജീവിതത്തിൽ കണ്ടതുപോലെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ എപ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുക. അല്ല സന്തോഷങ്ങൾ വരുമ്പോഴും യോസഫ് ഒരിക്കലും ദൈവത്തെ മറന്ന് പ്രവർത്തിച്ചതായി നാം ദൈവത്തിൻ്റെ വചനത്തിൽ കാണുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഏറ്റവും കഷ്ടകാല സമയത്തും ഏറ്റവും ഔന്നത്യമായ സമയത്തും ഒരുപോലെ ദൈവത്തിൽ ആശ്രയിച്ചൊരു വ്യക്തിത്വം. ദൈവത്തിൻ്റെ സ്തോത്രം. അതുകൊണ്ടും ദൈവത്തിൻ്റെ വചനത്തിൽ യോസേഫ് അവസാനിപ്പിക്കുന്നില്ല. എബ്രായർക്ക് എഴുതിയ ലേഖനം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനാൽ വിശ്വാസികളുടെ പേരെഴുതുമ്പോൾ അവിടെയും യോസേഫിൻ്റെ പേരുണ്ട്. അവൻ വിശ്വാസത്താൽ യോസേഫ് താൻ മരിക്കാറായപ്പോൾ എന്ന്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം ഒരു മനുഷ്യനെ ദൈവത്തോട്
ദൈവത്തോട് പറ്റി നിൽക്കുന്ന, ദൈവത്തിൽ മാത്രം ആശ്രയം വയ്ക്കുന്ന ഒരു മനുഷ്യനെ ഒരിക്കലും ദൈവം കൈവിടുകയില്ല. നമ്മുടെ ജീവിതത്തിൽ നാം ഈ പകൽക്കാലത്ത്, ഈ പുതിയ വർഷത്തിൻ്റെ ആദ്യ യോഗത്തിൽ നാം ഇവിടെ ആയിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ഞാൻ എങ്ങനെയാണ് ജീവിച്ചു വന്നത് എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിലേക്ക് നോക്കിക്കൊണ്ടാണ് പറയുന്നത്. ഞാൻ മാറി നിന്നുകൊണ്ട് ഒരിക്കലും പറയുകയില്ല. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളിൽ ഞാൻ ദൈവത്തിൽ ആശ്രയിക്കുന്ന അതേ പ്രതിബദ്ധതയോടെ തന്നെ, അതേ ഉത്തരവാദിത്വത്തോടെ തന്നെ, ഞാൻ എൻ്റെ കഷ്ടകാലത്തിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന അതേ അളവിൽ തന്നെ എൻ്റെ സന്തോഷകാലത്തും എനിക്ക് പ്രശ്നങ്ങളില്ലാതിരിക്കുമ്പോഴും ദൈവത്തിൽ ആശ്രയിക്കുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നമുക്കൊന്ന് തിരിഞ്ഞു ചിന്തിക്കുവാം. നമ്മുടെ ജീവിതം അതിൻ പ്രകാരം നമുക്ക് ദൈവത്തിൽ ആശ്രയിച്ച് മുമ്പോട്ട് പോകുവാനും സാധിക്കണം. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതം ഇപ്രകാരം കഷ്ടതയിലാണ് ഈ ഭൂമിയിൽ മുഴുവനും കഴിക്കുന്നത് എങ്കിലും നമുക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന ഒരു നിത്യരാജ്യമുണ്ട്. വെളിപാട് പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. വെളിപാട് പുസ്തകം 21-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിച്ച് കേൾക്കാം. ദൈവത്തിന് സ്തോത്രം. സിംഹാസനത്തിൽ നിന്ന് ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവനോടുകൂടെ വസിക്കും, അവർ അവൻ്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടി ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറിവിളിയും കഷ്ടതയും ഇനി ഉണ്ടാകുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. മതി. ദൈവത്തിന് സ്തോത്രം. ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടിയിരിക്കുന്ന ഒരു നല്ല കാലം. ഇന്ന് നമ്മുടെ കണ്ണിൽ കണ്ണുനീരാണെങ്കിലും നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു നല്ല കാലം. നാം പാടാറുണ്ട്, ഇലപൊഴിയും കാലങ്ങൾക്കപ്പുറം തളിരണിയുന്നൊരു കാലം, കവിളിലൂടെ ഒഴുകുന്ന കണ്ണുനീരിനപ്പുറം പുഞ്ചിരി തൂകുന്നൊരു കാലം. അത് ഈ ലോകത്തിലായിക്കൊള്ളണമെന്നില്ല. ദൈവത്തിന് സ്തോത്രം. നാം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടു പോകാറുണ്ട്. ഈ ഭൂമിയിൽ ഞാൻ യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ പോകുവാൻ ഒരു സമർപ്പണം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൂമിയാണ് എൻ്റെ സ്വർഗമെന്ന് വിചാരിക്കുന്നവരുണ്ട്. എന്നാൽ അങ്ങനെയല്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന രാജ്യത്തെക്കുറിച്ച് പ്രത്യാശയുള്ളവരായി ജീവിപ്പാൻ, ദൈവത്തിന് സ്തോത്രം, ദൈവം നമ്മുടെ ദൈവമായി നമ്മോട് കൂടെ ഇരിക്കുന്ന ആ നിത്യരാജ്യത്തിൽ എത്തണമെന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രത്യാശ. വെളിപാട് പുസ്തകത്തിൽ തന്നെ നാം 7-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ഇവർ വെള്ള നിലയങ്കി ധരിച്ച ഒരു വലിയ കൂട്ടം. ഇവർ ആരെന്ന ചോദ്യത്തിന് മറുപടി പറയുന്നുണ്ട്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്താൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചവർ. ദൈവത്തിൻ്റെ സ്തോത്രം. കഷ്ടങ്ങളിലൂടെ വന്നവരാണ്. ഈ ലോകത്തിലെ ലോകപരമായ എന്തെങ്കിലും കഷ്ടം മാത്രമായിരിക്കണമെന്നില്ല നമ്മുടെ സമർപ്പണത്തിൽ നാം പോരാടുന്നത്. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് വരുന്ന കഷ്ടതകൾ എന്തുമായിക്കൊള്ളട്ടെ, എന്തെല്ലാം വന്നാലും യേശുക്രിസ്തുവിൻ്റെ പിന്നാലെ ഞാൻ യാത്ര ചെയ്യുമെന്ന ഉറപ്പ് പ്രാപിച്ച് വേണം നമുക്ക് മുമ്പോട്ട് പോകുവാൻ. നമ്മുടെ ആത്മാവിന് വിലയുണ്ട് എന്ന്, നമ്മുടെ ഈ ഭൂമിയിലെ ജീവിതം നിസാരമല്ല എന്ന ഒരു വ്യക്തമായ ബോധ്യത്തിൽ മാത്രമായിരിക്കണം നമ്മുടെ ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് പോകേണ്ടത്. ദൈവത്തിൻ്റെ സ്തോത്രം. ദൈവം നമ്മുടെ കണ്ണുനീരെല്ലാം മായ്ക്കുന്ന ഒരു നല്ല കാലമുണ്ട്. നമ്മുടെ കഷ്ടങ്ങൾ തീരുന്ന ഒരു നല്ല കാലമുണ്ട്. കർത്താവായ യേശുക്രിസ്തു തൻ്റെ രാജ്യത്തിലേക്ക് നമ്മെ ചേർക്കുവാൻ വരുന്ന ഒരു നല്ല സമയമുണ്ട്. അതിനുവേണ്ടി നോക്കി പാർക്കുന്നവരായി, പ്രത്യാശയുള്ളവരായി, ദൈവത്തിൻ്റെ സ്തോത്രം, ഈ ലോകത്തിൽ മാത്രം പ്രത്യാശയുള്ളവരാകാതെ യേശുക്രിസ്തുവെ നമുക്ക് വേണ്ടി ഒരുക്കുന്ന നിത്യരാജ്യത്തിൻ്റെ ഉറപ്പായ പ്രത്യാശ, ക്രിസ്തു യേശു നമ്മിൽ ഇരിക്കുന്നു എന്ന ഉറച്ച പ്രത്യാശയുള്ളവരായി നമുക്ക് മുമ്പോട്ട് ജീവിക്കാം. ദൈവത്തിൻ്റെ സ്തോത്രം. നാം തുടർന്ന് ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസം ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ദൈവം തുടങ്ങി തരുവാൻ, പ്രത്യാശയിൽ അനുസൃതമായ ഒരു ജീവിതം നയിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവതിരുനാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ. ഏതാനും ചില അറിയിപ്പുകളൊന്ന് പറഞ്ഞോട്ടെ. ഈ ഹാളിൽ എല്ലാ മാസവും 3-ാം ഞായറാഴ്ച ഉച്ച കഴിഞ്ഞ് 2:30 മുതൽ 4:30 വരെ യോഗമുണ്ട്. അടുത്ത ഫെബ്രുവരി മാസം 3-ാം ഞായറാഴ്ച ഫെബ്രുവരി മാസം 15-ാം തീയതിയാണ്. അന്ന് ഈ ഹാളിൽ യോഗം ഉണ്ടായിരിക്കുകയില്ല. അന്ന് കോട്ടയത്ത് KPS മേനോൻ ഹാളിൽ നമ്മുടെ കോട്ടയത്ത് കൺവെൻഷൻ നടക്കുവാണ്. ഫെബ്രുവരി മാസം 15-ാം തീയതി വൈകിട്ട്. ആ ഒരു ദിവസം ഈ ഹാളിൽ യോഗം ഉണ്ടായിരിക്കുകയില്ല.
ഫെബ്രുവരി മാസം 9-ാം തീയതി മുതൽ 13-ാം തീയതി വരെ ഭവന സന്ദർശനമുണ്ട്. 5 ദിവസത്തെ ഭവന സന്ദർശനമുണ്ട്. അതിന് നിങ്ങളെല്ലാവരും വീടുകളിൽ കയറി നോട്ടീസ് കൊടുത്ത് ആ കൺവെൻഷനിലേക്ക് അനേകരെ കൂട്ടിക്കൊണ്ട് വരുവാൻ നിങ്ങളെല്ലാവരും ആ 5 ദിവസത്തേക്ക് നിങ്ങൾ ഒരുങ്ങണം. കാരണം അനേകർ ഈ സത്യം അറിയാതെ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ സത്യം നമ്മൾ അറിയുകയും നമ്മൾ ദൈവത്തെ അറിയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ആ കൺവെൻഷന് വേണ്ടി ഭവന സന്ദർശനം നടത്തുവാനായിട്ട് ഒരുങ്ങണം. എല്ലാ 1-ാം ഞായറാഴ്ചയും കോട്ടയത്തെ ട്രേഡ് സെൻറ്ററിൽ 2:30 വരെ 2:30 മുതൽ 4:30 വരെ യോഗമുണ്ട്. ഈ ഫെബ്രുവരി മാസം 1-ാം തീയതിയാണ് കോട്ടയം ട്രേഡ് സെൻറ്ററിലെ യോഗം. അത് ഈ പ്രാവശ്യം ഉണ്ടായിരിക്കുകയില്ല. അന്ന് എറണാകുളം കൺവെൻഷനാണ്. അന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് വാകത്താനത്ത് നിന്ന് ചിങ്ങവനം കോട്ടയം വഴി ഒരു വലിയ ടൂറിസ്റ്റ് ബസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും എറണാകുളം കൺവെൻഷന് വേണ്ടി പോകുവാനായിട്ട് തയ്യാറാകണം. എല്ലാ 4-ാം ശനിയാഴ്ചയും ഡോക്ടർ രമണിയാൻ്റെ വീട്ടിൽ രാവിലെ 10 മണി മുതൽ 12 മണി വരെ യോഗമുണ്ടാവും. ഈ പ്രാവശ്യത്തെ യോഗം നമ്മുടെ കോട്ടയത്തുള്ള ബോട്ടിയെട്ടിലുള്ള ബിജുവിൻ്റെ ഭവനത്തിലായിരിക്കും ആ യോഗം നടക്കുന്നത്. 4-ാം ശനിയാഴ്ച രാവിലെ 10 മണി മുതൽ 12 മണി വരെ. എല്ലാ 2-ാം ശനിയാഴ്ചയും കോട്ടയത്തെ കാൽവറി ഫെലോഷിപ്പിൽ ഹാളിൽ 9 മണി മുതൽ 1 മണി വരെ നമ്മുടെ ഈ കൂട്ടായ്മയുടെ യോഗമുണ്ട്. അതിലും ഇവിടുന്ന് ബസ് പോകുന്നുണ്ട്. എല്ലാവരും ആ യോഗത്തിന് പോകാൻ വേണ്ടി ഒരുങ്ങണം. പവർ വിഷൻ ടി വിയിലെ എല്ലാ ഞായറാഴ്ചയും 9 മണി മുതൽ 9:30 വരെയും ആർഎസ്ടി ടി വിയിലെ എല്ലാ മാസവും എല്ലാ ബുധനാഴ്ചയും 7:30 മുതൽ 8 മണി വരെയും യോഗം ഉണ്ടായിരിക്കും. ജനുവരി മാസം 26-ാം തീയതി പരീക്ഷ എഴുതുന്ന കുട്ടികൾക്കായി ഒരു മീറ്റിംഗ് ക്രമീകരിച്ചിട്ടുണ്ട്. പരീക്ഷ എഴുതുന്ന കുട്ടികൾ അവരുടെ അഡ്രസ്സും ഫോൺ നമ്പറും തന്നാൽ അവർക്ക് വേണ്ടി പോകാനുള്ള വാഹനം ക്രമീകരിക്കാവുന്നതാണ്. ഇനി നമ്മളൊരു ഗാനം കേൾക്കാൻ പോവാണ്. അത് പാടുന്നത് സാറ എബി. അത് കഴിഞ്ഞിട്ട് വചന ശുശ്രൂഷയിലേക്ക് കടക്കുവാണ്. ഇന്ന് നമ്മളോട് വചനം പറയാൻ വന്നിരിക്കുന്നത് അഡ്വക്കേറ്റ് ജോളി ജോർജാണ്. ഇനിയുള്ള സമയം നമ്മൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. ഇന്ന് എല്ലാവരും ഈ വർഷത്തെ ആദ്യത്തെ യോഗം ആണ്. എല്ലാവരും ഒരു പുതുക്കൽ പ്രാപിച്ച് ഇവിടുന്ന് എഴുന്നേറ്റ് പോകുവാൻ പ്രാർത്ഥനയോടെ ഇനിയുള്ള സമയം നമുക്കിരിക്കാം.
ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനവുമായി ഒരു പ്രാവശ്യം കൂടി നിങ്ങളുടെ മുമ്പാകെ വരുവാൻ ദൈവം നൽകിയ വലിയ അവസരത്തെ ഓർത്ത് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനത്തിന് മുമ്പാകെ ഇരിക്കുവാൻ സ്വർഗം പ്രദാനം ചെയ്ത ഈ അസുലഭമായ അവസരത്തെ ഓർത്ത് നിങ്ങൾ എല്ലാവരും നന്ദി നിറഞ്ഞ ഹൃദയത്തോടുകൂടി കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഇവിടെ ഗാന ആരാധന തുടങ്ങിയപ്പോൾ മുതൽ കർത്താവിൻ്റെ സാന്നിധ്യം ഇവിടെ ഉണ്ട് എന്നുള്ളത് ഞാൻ അനുഭവിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. നിങ്ങളിൽ എത്ര പേർ അത് വാസ്തവമായി അനുഭവിച്ചു എന്ന് എനിക്കറിയില്ല. പ്രാർത്ഥിച്ചപ്പോൾ ദൈവപൈതൽ പറഞ്ഞു, പരിശുദ്ധാത്മാവ് വട്ടമിട്ട് പറക്കട്ടെ എന്ന്. നമ്മളുടെ ജീവിതത്തിൽ നിങ്ങളുടെ മുഖത്തേക്ക് ഞാൻ നോക്കുമ്പോൾ എല്ലാവരെയും തന്നെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജീവൻ്റെ സുവിശേഷം കേട്ട് അനുഭവിച്ച് അതിലൂടെ വളർന്നു വരുന്നവരാണ്. എന്താണ് ദൈവത്തിൻ്റെ വചനമെന്നും യേശുക്രിസ്തുവുമായിട്ട് എങ്ങനെയാണ് ബന്ധം വരേണ്ടതെന്നും യേശുവുമായിട്ട് നമുക്ക് ഏത് രീതിയിലാണ് സഹവർത്തിത്വം വരേണ്ടതെന്നും നിങ്ങൾ കൂടുതലായി മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് തന്നെ ഓരോ വചന ശുശ്രൂഷയിലും ഇരിക്കുമ്പോൾ നിങ്ങൾക്കറിയാവുന്നതാണ് കർത്താവായ യേശുക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളെ വീക്ഷിച്ചുകൊണ്ടാണ് ഇരിക്കുന്നതെന്ന്. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാൻ എൻ്റെ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഓരോരുത്തരും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നവരാകണം. യേശുവിൻ്റെ മുഖത്തേക്ക് നമ്മൾ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമ്പോൾ യേശു നമ്മുടെ ആരുടെയും മുഖത്തേക്കല്ല നോക്കുന്നത്. നമ്മളുടെ ഏതെങ്കിലും വേഷപ്പകർച്ചകളോ നമ്മളുടെ ഏതെങ്കിലും സൗന്ദര്യമോ ഒന്നും കർത്താവിന് കാണേണ്ടതായ കാര്യമില്ല. കർത്താവ് നമ്മുടെ അന്തരേന്ദ്രിയങ്ങളെ ശോധന ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ വചനത്തിൽ നിൽക്കുമ്പോൾ നാം അത്രമാത്രം ജാഗ്രതയോടുകൂടി ദൈവത്തിൻ്റെ വചനത്തിനു മുമ്പാകെ ഇരിക്കണമെന്ന് ഈ കാലങ്ങളിലെല്ലാം നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. അരിഷ്ടനും മനസ്സ് തീർന്നവനും എൻ്റെ വചനത്തിൽ വിറയ്ക്കുന്നവനുമായ മനുഷ്യനെയാണ് ഞാൻ കടാക്ഷിക്കുന്നത്. ഞാൻ കാൽവരി പ്രെയർ ഫെലോഷിപ്പിലെ അംഗമാണ് എന്നുള്ളത് കൊണ്ട് സ്വർഗത്തിന് പ്രത്യേകമായ ഒരു കാര്യപരിപാടി ഒന്നുമില്ല. ഞാൻ ഏതെങ്കിലും സഭയുടെ മഹാസംഗമത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തിയാണെന്നുള്ളത് കൊണ്ടോ ദൈവരാജ്യത്തിൽ പ്രത്യേക പരിഗണനകളില്ല. ദൈവരാജ്യത്തിലെ പരിഗണന എന്നുള്ളത് നിങ്ങൾക്ക് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൻ്റെ മുദ്ര ഉണ്ടോ എന്ന് മാത്രമാണ് നോക്കുന്നത്. നാം അനേകം പ്രാവശ്യം കൂട്ടായ്മ രോഗങ്ങളിൽ സംബന്ധിച്ച് പരിശുദ്ധ രക്തത്തിൻ്റെ മുദ്ര അനുഭവിച്ചവരായിരുന്നു. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുദിനമായ ഓരോ സംഭവ വികാസങ്ങൾ കൊണ്ടും ചിന്താധാരകൾ കൊണ്ടുമെല്ലാം ഒരിക്കലേറ്റ പരിശുദ്ധ രക്തത്തിൻ്റെ മുദ്ര മാഞ്ഞു പോകത്തക്ക രീതിയിൽ നാം ഈ ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാവണം. ഇന്ന് നിങ്ങൾ പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക, കർത്താവേ, ഈ ശുശ്രൂഷ ഇവിടെ തീരുമ്പോൾ യേശുവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ മുദ്ര അനുഭവിച്ചവരായിട്ട് എനിക്ക് കസേര വിട്ട് എഴുന്നേൽക്കുവാൻ ഒരു ഭാഗ്യം തരണം. നിങ്ങൾ അങ്ങനെ അപ്രകാരം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ഞാനും ഒരാവശ്യക്കാരനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. എനിക്ക് നിങ്ങളെക്കാൾ കൂടുതലായ ഒരു പ്രത്യേകമായ കഴിവുകളോ അറിവുകളോ ജ്ഞാനമോ ഇല്ല. യേശുവിൻ്റെ പാദപീഠത്തിൽ നാം എല്ലാവരും തുല്യരാണ്. വചനം പറയുന്നയാളും വചനം കേൾക്കുന്നയാളും മറ്റ് ശുശ്രൂഷകൾ ചെയ്യുന്നവരുമെല്ലാം ആ പാദപീഠത്തിൽ ഏകാഗ്രതയോടും മനസാന്നിധ്യത്തോടും മനച്ചിത്തതയോടും കൂടി ഇരിക്കേണ്ടവരാകുന്നു. ഞാൻ സുദീർഘമായ ഒരു ആമുഖ പ്രസംഗത്തിന് തയ്യാറാകുന്നില്ല. കാരണം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് നിങ്ങൾ കേട്ടു, കഷ്ടതയിലൂടെ പ്രശംസിക്കുന്ന ഒരു ജീവിതം ഈ ഭൂമിയിൽ വേണമെന്നല്ല. അതിനനുസരിച്ച് നാം കഷ്ടപ്പെടുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും വ്യക്തിപരമായി ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നമുക്ക് ഇന്നത്തെ അല്പസമയത്തെ ധ്യാനം തിരുവചനത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകാം.
കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യം നമ്മളിലേറെ സുപരിചിതമായൊരു വാക്യമാണ്. വായിച്ച് കേൾക്കാം നമുക്ക്. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവൻ്റെ വ്യാപാര ശക്തിക്കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു. കൊലോസ്യ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം മാത്രം. അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം സമാധാനമുണ്ടാക്കി ഭൂമിയിലുള്ളതോ സ്വർഗത്തിലുള്ളതോ സകലത്തെയും അവനെ കൊണ്ട് തന്നോട് നിരപ്പിപ്പാനും പിതാവിന് പ്രസാദം തോന്നി. ഇവിടെ എഴുതിയേക്കണ കാര്യം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നിരപ്പിക്കുന്നതെന്നാണ്. പഴയ നിയമം അവസാനിക്കുന്ന വാക്കേതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്കറിയാമോ? നിരപ്പിക്കുമെന്നാണ്. അറിയില്ലെങ്കിൽ എടുത്തു നോക്കിക്കൊള്ളുക. പഴയ നിയമം അവസാനിക്കുന്നത് നിരപ്പിക്കുമെന്ന വാക്കിലാണ്. എന്താണ് ഇനി വരാൻ പോകുന്നത്? പുതിയ നിയമം വരാൻ പോവുകയാണ്. പുതിയ നിയമത്തിൽ എന്താണ് വിവക്ഷിക്കുന്നത്? നിരപ്പിക്കുക എന്നുമാണ്. പാപം ചെയ്ത് പരദീസ നഷ്ടപ്പെട്ടു പോയ മനുഷ്യരാശിയെ വീണ്ടെടുത്ത് സ്വർഗത്തോട് നിരപ്പിക്കുന്ന പ്രക്രിയ, അതാണ് ഇവിടെ നടത്തിയത്. ദൈവത്തിന് സ്തോത്രം. ആ വിശ്വാസത്തിലേക്ക് നാം ഉറയ്ക്കുന്നുണ്ടോ എന്നാണ് കൊലോസ്യ ലേഖനത്തിൽ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുന്നത്. കൊലോസ്യ ലേഖനം എന്നുള്ളതൊരു കാരാഗ്രഹ ലേഖനമാണ്. അപ്പോസ്തലനായ പൗലോസ് കാരാഗ്രഹത്തിൽ വെച്ച് എഴുതിയ 4 ലേഖനങ്ങളിൽ തിമോത്തിയോസിനോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ട് എഴുതിയ ലേഖനമാണ് കൊലോസ്യ ലേഖനം. എഫെപ്രാസിൻ്റെ കൈവശം കൊടുത്ത് കൊലോസ്യയിലുള്ള ജനങ്ങൾക്ക് ഇത് അയച്ചു കൊടുക്കുകയായിരുന്നു. ജ്ഞാനവാദത്തിൽ മുന്നിട്ട് നിന്നിരുന്നവരായിരുന്നു കൊലോസ്യയിലുള്ള ജനങ്ങൾ. എന്താണിത്? ഞങ്ങൾക്കെല്ലാം അറിയാമെന്നുള്ള വസ്തുത അവരിൽ നിലനിന്നിരുന്നു. ആത്മീയ ജീവിതത്തിൽ ഞങ്ങൾക്കെല്ലാം അറിയാം, കൂട്ടായ്മ ജീവിതത്തിൽ ഞങ്ങളെ പ്രത്യേകിച്ചൊന്നും പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല. വർഷങ്ങളുടെ കൂട്ടായ്മ അനുഭവം ഉള്ളവരാണ് ഞങ്ങൾ. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ചൊന്നും ഞങ്ങൾ പഠിപ്പിച്ചു തരേണ്ട കാര്യമില്ല എന്നുള്ള ജ്ഞാനവാദം നിലനിന്നിരുന്നവരായിരുന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിലുള്ള വിശ്വാസത്തിൻ്റെ തീവ്രത കുറഞ്ഞവരായതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ വിശ്വാസത്തിൽ ആർജിച്ചതായിട്ടുള്ള ഒരു പ്രാർത്ഥനാ രീതി നിങ്ങളുടെ ജീവിതത്തിൽ വേണമെന്ന്. ഈ വിശ്വാസത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ജീവിതം ഉണ്ടെങ്കിൽ മാത്രമേ ദൈവത്തോട് നിരന്നു പോകുവാൻ പറ്റുകയുള്ളൂ. യേശു ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് അവൻ മുഖാന്തരം ഈ ഭൂലോകത്ത് സമാധാനമുണ്ടാക്കി. അവൻ നമ്മെ ഓരോരുത്തരെയും സ്വർഗത്തോട് നിരപ്പിച്ചു. അതിൽ പ്രകാരമുള്ളൊരു വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതം നിങ്ങൾക്ക് വേണം. അതുകൊണ്ട് ഞങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി. കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 9-ാം വാക്യത്തിലാണ് പറയുന്നത്, ഞങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ഓരോരുത്തർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രക്തത്തിലുള്ള വിശ്വാസം വരണം. യേശുവിൻ്റെ രക്തമാണ് നിങ്ങളെ വീണ്ടെടുത്തത് എന്നുള്ള വിശ്വാസം വരണം. അതിൻ പ്രകാരമായിരിക്കണം നിങ്ങളുടെ പ്രാർത്ഥനാ ജീവിതം മുന്നോട്ട് പോകേണ്ടത്. എന്തായിരിക്കാം ആ പ്രാർത്ഥനകൾ? പ്രത്യേകിച്ച് 1-ാമത്തെ പ്രാർത്ഥന എന്നുള്ളത് മനുഷ്യപാപം മൂലമുണ്ടായ ദൈവത്തിൻ്റെ കോപം മനുഷ്യനിൽ നിന്ന് മാറിപ്പോകുവാനുള്ള പ്രാർത്ഥനയാണ്. നാം പ്രാർത്ഥിക്കേണ്ടത് മനുഷ്യനിലുള്ള കോപം മാറിപ്പോകണം. ദൈവത്തിന് ഒരു സമൂഹത്തിന്മേലുള്ള കോപത്തിൽ നിന്ന് അവൻ്റെ കണ്ണ് മാറ്റിക്കളയണം. ദൈവത്തിന് ഒരു കുടുംബത്തിന്മേലുള്ള കോപത്തിൽ നിന്ന് ദൈവത്തിൻ്റെ കണ്ണ് മാറണം. ദൈവത്തിൻ്റെ കണ്ണ് അലിവുള്ളതാണ്. അതാണ് 1-ാമത്തെ പ്രാർത്ഥന മനുഷ്യന് വേണ്ടത്. ദൈവത്തിന് സ്തോത്രം. എങ്ങനെയായിരുന്നു തിരുവചനത്തിലെ ആദ്യത്തെ പ്രാർത്ഥനയുടെ കാര്യം എഴുതിയിരിക്കുന്നത്? എവിടെയാണെന്ന് അറിയാമോ? ഉൽപ്പത്തി പുസ്തകം 20-ാമത്തെ അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലാണ്. അവിടെ ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനെക്കുറിച്ചാണ് പറഞ്ഞത്. അന്ന് അതിൻ്റെ ഒരു സംഭവകഥയെ അല്പമായി പറയാൻ, അബ്രഹാം ഗരാനിൽ പരദേശിയായി പാർത്തു. അവിടെ ചെന്നപ്പോൾ അബ്രഹാമിൻ്റെ ഭാര്യയെക്കുറിച്ച് അബ്രഹാം പറഞ്ഞു, ഇത് എൻ്റെ പെങ്ങളാണെന്ന് പറഞ്ഞു. സാറായും അപ്രകാരം തന്നെ പറഞ്ഞു, ഇതെൻ്റെ ആങ്ങള എന്ന് പറഞ്ഞു. അതിൻ പ്രകാരം എന്തുണ്ടായി? ഗരാർ രാജാവായ അബീമേലേക്ക് സാറായെ തൻ്റെ അന്തഃപുരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകേണ്ട ഒരു സാഹചര്യം വന്നു.
എന്തുണ്ടായി? അന്ന് രാത്രി യഹോവയായ ദൈവം അബീമേലെക്കിൻ്റെ മുമ്പിൽ വന്നു. അബീമേലെക്കേ, നീ മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. പാപം ചെയ്യുന്നതിന് മുമ്പേ അബീമേലെക്കിനെ പിതാവാം ദൈവം തടുത്തു. സഹോദരങ്ങളെ, സഹോദരിമാരെ, നിങ്ങൾ ദൈവത്തിന് വേണ്ടപ്പെട്ടവരാണ്, ക്രിസ്തുവിന് വേണ്ടപ്പെട്ടവരായിട്ട് നിൽക്കുകയാണെങ്കിൽ ഒരു പാപത്തിൻ്റെ ചായ്വ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്ന മുറയ്ക്ക് തന്നെ ദൈവം അവിടെ ഒരു അലേർട്ട് തരും, അവിടെ ഒരു തടസ്സം ഇടും, അവിടെ ഒരു തടങ്കൽപ്പാറ സൃഷ്ടിക്കും. ഈ കൂട്ടായ്മയിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും അത് അറിയാവുന്നതാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവുമായി ചേർന്നിരിക്കുന്ന ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ള പല അനുഭവങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ടാകും. ഒരു വൈതരണി വരുന്ന അതേ അവസരത്തിൽ അവിടെ ഒരു തടങ്കൽപ്പാറ വന്നിരിക്കും. ഒരു വിഘ്നം വരുന്ന ഒരവസരത്തിൽ, ഒരു പാപം വരുന്ന അവസരത്തിൽ അവിടെ തടയുവാനായി ദൈവത്തിൻ്റെ ദൂതന്മാർ ഒരു അലേർട്ട് നിങ്ങളുടെ ഹൃദയത്തിന്മേൽ തരും. എന്നാൽ ദൈവത്തിന് സ്തോത്രം, ചിലർ ഈ അലേർട്ടിനെ അവഗണിച്ചും മുന്നോട്ട് പോകാറുണ്ട്. അത് വേറൊരു ഭാഗമാണ്. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്കൊന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുമല്ലോ, നിങ്ങളുടെ ജീവിതത്തിൽ എത്രയോ അവസരങ്ങൾ വന്നു. പാപം ചെയ്യുവാൻ വരുന്ന ത്വര വരുമ്പോൾ തന്നെ അലേർട്ട് വരുന്നു, എനിക്കിത് പറ്റില്ല, ഞാൻ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധ രക്തത്തിന് മുമ്പാകെ ഞാൻ തീരുമാനം പറഞ്ഞവനാണ്, അതുകൊണ്ട് എനിക്കിത് പറ്റില്ല എന്ന് നിങ്ങൾക്ക് ഒരു ഉൾവിളി വരും. അത് പരിശുദ്ധാത്മാവ് തരുന്ന ഉൾവിളി എന്നാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് നിങ്ങളിൽ പ്രവർത്തിക്കുന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷണമാണത്. ദൈവത്തിന് സ്തോത്രം. അന്ന് അബീമേലെക്കിനോട് പറഞ്ഞു, നീ രാത്രി മരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്താണ്? അബ്രഹാമിൻ്റെ ഭാര്യയായ സാറായെ നിൻ്റെ അന്തഃപുരത്തിൽ കൊണ്ടുവന്നതിനാൽ, നീ പാപം ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളതിനാൽ ഇന്ന് രാത്രി നീ മരിക്കും. ദൈവത്തിന് സ്തോത്രം. അവൻ അയ്യം വിളിച്ചു കരഞ്ഞു, ഒരു നീതിമാനും നീതിജ്ഞനുമായി എനിക്കിത് എന്നിങ്ങനെ ഭവിക്കുന്നു, ഞാനിതാ പരമാർത്ഥതയോടുകൂടിയാണ് ചെയ്തിരിക്കുന്നത്, ഇവളെ കൊണ്ടുവന്നു പറഞ്ഞു. അപ്പോൾ ദൈവം പറഞ്ഞു, ഒരേ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. അതാണ് ഉൽപ്പത്തി പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യം. ഒന്ന് വായിക്കാമോ? ഇപ്പോൾ ആ പുരുഷൻ അവൻ്റെ ഭാര്യയെ മടക്കി കൊടുക്ക, അവനൊരു പ്രവാചകനാകുന്നു, നീ ജീവനോടിരിക്കേണ്ടതിന് അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അവൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. ഒന്നാമത്തെ പ്രാർത്ഥന കോപം മാറിപ്പോവാനുള്ള പ്രാർത്ഥനയാണ്. ദൈവത്തിന് മുമ്പാകെ ഒരു കോപത്തിൻ്റെ ആവരണം അവിടെ വന്നിരിക്കുകയാണ്. അബീമേലെക്ക് ഒരു കോപത്തിൻ്റെ ആവരണം വന്നിരിക്കുകയാണ്. ദൈവകോപം അവൻ്റെ മേൽ നിഴലുന്നതിന് മുമ്പ് ദൈവം ഒരു ന്യായം പറയുകയാണ്. ദൈവം ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുകയാണ്. ഈ കോപത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു കാര്യമേ ഉള്ളൂ. ഇതിന് നീ കാരണക്കാരനായി തീർന്നിരിക്കുന്ന, ഇതിന് നീ ഉപോത്ബലകമായിട്ടുള്ള ഈ റൂട്ടായിട്ടുള്ള ആ കാര്യത്തിന്മേൽ നീ ചെന്ന് ക്ഷമ ചോദിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇവിടെ ആരൊക്കെയോ പറയുന്നത് ഞാൻ കേട്ടു. ദൈവത്തിന് സ്തോത്രം. നിരപ്പാകുക അഥവാ ക്ഷമ ചോദിക്കുക എന്നെല്ലാം തെറ്റെന്നറിഞ്ഞപ്പോൾ തന്നെ അയൽക്കാരുടെ അടുക്കും കൂട്ടുകാരുടെ എല്ലാം ചെന്ന് ക്ഷമ ചോദിക്കേണ്ട ഒരു സാഹചര്യം വന്നു എന്ന്, ക്ഷമ ചോദിച്ച് നിരപ്പായി എന്ന് അബ്രഹാമിനോട് പറഞ്ഞു, അബീമേലെക്കിനോട് പറഞ്ഞു, നീ അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. അബ്രഹാം നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ, പക്ഷേ നിൻ്റെ പാപം ക്ഷമിച്ചു കിട്ടുമായിരിക്കും, നീ മരിക്കില്ലായിരിക്കും. സഹോദരങ്ങളെ, ദൈവത്തിൻ്റെ കോപം ഒരു മനുഷ്യന്മേൽ നിന്നാൽ ആത്മാവിൽ അവൻ മരിച്ചവനായി തീരും. ദൈവത്തിൻ്റെ കോപം ഒരു വ്യക്തിയിന്മേൽ നിന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആത്മാവിൽ മരിച്ചവനായിരിക്കും. ദൈവകോപം ഒരു കുടുംബത്തിന്മേലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ കുടുംബം ആത്മാവിൽ മരിച്ചവരുടെ കുടുംബമായിരിക്കും. ദൈവത്തിൻ്റെ കോപം ഒരു കൂട്ടായ്മയുടെ മേലാണ് നിലനിൽക്കുന്നതെങ്കിൽ ആ കൂട്ടായ്മ മരിച്ച ആത്മാവ് മരിച്ച അവസ്ഥയിലായിരിക്കും. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് സഹോദരങ്ങളെ, കോപത്തിൽ നിന്നുള്ള നീക്കുപോക്ക് നാം വരുത്തിയെടുക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. കേട്ടിട്ടുണ്ടല്ലോ, തേമാന്യനായ എലീഫസ്, ശൂഹ്യനായ ബിൽദാദ്, നയമാത്തിനായ സോഫർ എന്ന്. അതാരായിരുന്നു? ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരായിരുന്നു. ഇയ്യോബിൻ്റെ സ്നേഹിതന്മാരെ കുറിച്ച് ദൈവം പറഞ്ഞു, നിങ്ങൾ എനിക്ക് വിഹിതമായത് സംസാരിക്കുന്നില്ല. എൻ്റെ സ്നേഹിതനായ ഇയ്യോബ് എനിക്ക് വിഹിതമായത് മാത്രമേ സംസാരിക്കുന്നുള്ളൂ. എന്നാൽ നിങ്ങളോ, കർത്താവിന് വിഹിതമായതൊന്നും നിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് വരുന്നില്ല. എൻ്റെ സ്നേഹിതനായ ഇയ്യോബിനെക്കുറിച്ച് പോലും നിങ്ങൾ അപഖ്യാതി പറഞ്ഞുണ്ടാക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്താ ചെയ്യേണ്ടത്?
എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. എൻ്റെ ദാസനായ ഇയ്യോബ് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ എന്ന്. സഹോദരങ്ങളെ, വലിയ ആത്മീയ മർമ്മങ്ങളുള്ളതാണ്. ജീവിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഇതൊന്നും കഴിഞ്ഞു പോയ ശേഷം പ്രാർത്ഥനകളുടെ അവസ്ഥയൊന്നും എനിക്കറിയില്ല കേട്ടോ. ദൈവത്തിന് സ്തോത്രം. അതിന് മോശയിൽ പ്രവാചകന്മാരെയും ഈ ഭൂമിയിലാക്കി വച്ചിരിക്കുന്ന ഒരു ദൈവമുണ്ട്. ഈ ഭൂമിയിൽ മോശയുടെയും പ്രവാചകന്മാരുടെയും വാക്ക് കേൾക്കാഞ്ഞ് ഇനിയൊരു നിത്യതയിലേക്ക് കടന്നുപോയ ശേഷം ആർക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്? ധനവാൻ എന്തു ചെയ്യാൻ പറ്റും? ധനവാന് പാതാളത്തിൽ കടന്നുകൊണ്ട് ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു? എന്ത് ഫലം സഹോദരങ്ങളെ? ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കാം. ഭാര്യയ്ക്ക് വേണ്ടി ഭർത്താവിന് പ്രാർത്ഥിക്കാൻ പറ്റുന്ന സമയം ഇതാണ്. ഭർത്താവിന് വേണ്ടി ഭാര്യയ്ക്ക് പ്രാർത്ഥിക്കാം. മക്കൾക്ക് വേണ്ടി മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയ സമയം ഇതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ കോപം നമ്മുടെ കുടുംബത്തിൽ നിന്ന് മാറിപ്പോകുവാൻ നാം പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, വീണ്ടുമുണ്ട് സംഭവങ്ങളെല്ലാം പറയുവാൻ സമയം അനുവദിക്കുകയില്ല. യോനാ പ്രവാചകൻ അനുസരണക്കേട് കാട്ടി. യോന കടലാനയുടെ വയറിലേക്ക് താഴ്ന്നുപോയി. ദൈവത്തിന് സ്തോത്രം. 3 രാവും 3 പകലും കണ്ണറിയാൻ പാടില്ലാതെ കടലാനയുടെ വയറിൽ കിടന്നു. സമുദ്രത്തിൻ്റെ അടിത്തട്ടോളം യോന പോകേണ്ടി വന്നു. ആ ചിതൽപുറ്റുകളും എല്ലാം പവിഴപ്പുറ്റുകളും എല്ലാം അവന് തലപ്പാവായി നിന്നു. ആഴിയുടെ ആഴങ്ങൾ കണ്ടു യോന. അവൻ്റെ ദൃഷ്ടിയിൽ നിന്ന് യോനായ്ക്ക് നീക്കം വന്നുപോയി. യോന ഈയം വിളിച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു. കർത്താവേ, നിൻ്റെ ദൃഷ്ടിയിൽ നിന്ന് എനിക്ക് നീക്കം വന്നുപോയി, ഇനി ഒരിക്കലും രക്ഷപ്പെടില്ല. 3 ദിവസം കടലാനയുടെ വയറിൽ വലിയ ദുർഗന്ധം അനുഭവിച്ചുകൊണ്ട് കിടക്കുന്ന യോനായ്ക്ക് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഒരിക്കലും വെളിച്ചം കാണുകയില്ല എന്ന് ഒരുപക്ഷെ യോന വിചാരിച്ചിട്ടുണ്ടാകാം. എന്നാൽ യോന കടലാനയുടെ വയറിൽ കിടന്ന് അയ്യം വിളിച്ച് കരഞ്ഞു. എന്തിനു വേണ്ടിയാണ്? ദൈവത്തിൻ്റെ കോപം മാറുവാൻ വേണ്ടിയാണ് കരഞ്ഞത്. ദൈവത്തിൻ്റെ കോപം അവനിൽ നിന്ന് മാറണം. അവൻ കയറിയപ്പോഴാണല്ലോ, കെടാച്ചരക്ക് കപ്പലിൽ വന്നപ്പോഴല്ലേ അതുവരെയും ശാന്തമായി പോയിക്കൊണ്ടിരുന്ന ആ കപ്പൽ ആടി ഉലഞ്ഞു. കെടാച്ചരക്ക് കപ്പലിലേക്ക് വന്നപ്പോൾ തന്നെ കപ്പൽ ആടി ഉലഞ്ഞു. സമുദ്രം കാറ്റും കോളും തിരമാലകൾ കൊണ്ട് നിറഞ്ഞു. ദൈവത്തിൻ്റെ കോപമാണ് അവിടെ കണ്ടത്. സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ കാറ്റും കോളും വരുമ്പോൾ ചിലപ്പോൾ ആടി ഉലയുന്നുണ്ടാവാം. കുടുംബം ചിലപ്പോൾ ആടി ഉലഞ്ഞു പോകും, വാടിപ്പോകും, തളർന്നു പോകും. വ്യക്തി ജീവിതങ്ങളിൽ സുതാര്യത നഷ്ടപ്പെടും, സമാധാനം നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെട്ടു പോയി. കിടാച്ചരക്ക് കപ്പലിലായിരുന്നപ്പോൾ കപ്പലിന് സമാധാനം നഷ്ടപ്പെട്ടു പോയി. കിടാച്ചരക്ക് കടലാനയുടെ വയറിൽ കിടന്നപ്പോൾ അവിടെയും സമാധാനമില്ല. അത് അവസാനം തിക്കിത്തിരക്കി കൊണ്ടുവന്ന് ഛർദ്ദിച്ച് കളയേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ദൈവത്തിൻ്റെ കോപം മാറിപ്പോകുവാനായി ഒന്നാമത് നാം പ്രാർത്ഥിക്കണം. സഹോദരങ്ങളെ, നമ്മിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കോപമുണ്ടോ എന്ന് നാം പരിശോധിച്ച് നോക്കണം. എങ്ങനെയാണ് കോപമുണ്ടോ എന്ന് പരിശോധിക്കുന്നത്? നാം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു, പാപം കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. പാപം കണ്ടുപിടിക്കുമ്പോഴാണ് നമുക്ക് ദൈവത്തിൻ്റെ കോപമുണ്ടോ എന്ന് മനസ്സിലാവുന്നത്. ദൈവത്തിന് സ്തോത്രം. ഇപ്പോൾ ഇതൊന്നും വേണ്ട കേട്ടോ. ഇപ്പോൾ എന്ത് വേണേ പ്രാർത്ഥനാ രീതികൾ. നമ്മുടെയൊക്കെയും ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രാർത്ഥനാ രീതി ദൈവത്തിൻ്റെ കോപം മാറുവാനുള്ള രീതിയിലാണോ? എന്നിൽ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ കോപം മാറുവാനുള്ള പ്രാർത്ഥനാ രീതിയുണ്ടോ? ഇപ്പോൾ ഒരു കാര്യത്തിനാ പ്രാർത്ഥന, പെരുത്ത മീൻകൂട്ടം കിട്ടണമേ എന്ന്. കർത്താവേ, ഞങ്ങളുടെ പടക് ഇങ്ങനെ ആടി ഒലിഞ്ഞ് പോവുകയാണ്. കർത്താവേ, സമുദ്രത്തിലൂടെ ഈ പടക് ആടി ഒലിഞ്ഞ് പോവുകയാണ്. ഞങ്ങൾക്ക് പെരുത്ത മീൻകൂട്ടം കർത്താവേ കിട്ടണം. ഇതുവരെ ഒരു പൊടിച്ചു പോലും പിടിച്ചിട്ടില്ല. കർത്താവേ, ഞങ്ങൾക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടാമോ എന്ന് ചോദിച്ചുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. പെരുത്ത മീൻകൂട്ടത്തിന് വേണ്ടിയാണ് ഇപ്പോൾ ആളുകൾ പ്രാർത്ഥിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ ആ ഒരു വശത്തെക്കുറിച്ച് ഞാൻ ഇന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുക്കുന്ന പ്രാർത്ഥന ജീവിതം വേണം നമുക്ക്. കർത്താവേ, എൻ്റെ ഇഷ്ടമല്ല നിറവേറേണ്ടത്, ഈ വിഷയത്തിന്മേൽ നിൻ്റെ ഇഷ്ടമൊന്ന് നിറവേറ്റിത്തരണം. പ്രാർത്ഥിക്കാറുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ദൈവത്തിൻ്റെ ദാസന്മാരുടെ മുമ്പാകെയെല്ലാം പലരും പ്രാർത്ഥിക്കാൻ വന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അവരുടെ മനസ്സിലിരിക്കുന്ന ആഗ്രഹത്തിനനുസരിച്ച് തന്നെ ദൈവത്തിൻ്റെ ദാസന്മാരിൽ നിന്ന് ഉത്തരം കിട്ടണം. ദൈവം മറ്റൊന്നാണ് പറയുന്നതെങ്കിൽ അവർക്ക് പെട്ടെന്ന് ചഞ്ചലിപ്പ് വരുന്നു. പിന്നെ അതിനകത്ത് അവർ തേങ്ങലുണ്ടാകുന്നു, അവരത് ചെയ്യാൻ മടിക്കുന്നു.
പിന്നെ വേണോ വേണ്ടയോ എന്ന് വയ്ക്കുന്നു. ചിലരത് അനുസരിക്കുക പോലും ചെയ്യുന്നില്ല. നമ്മളത് കേട്ടിട്ടുള്ള ആളോ, നിങ്ങൾ കൂട്ടായ്മയിൽ നമ്മൾ നടക്കുന്നവരാണെങ്കിൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. എന്താണ് പറ്റിയ കുഴപ്പം? എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടത്തിനു വേണ്ടി നാം നമ്മെ വിട്ടുകൊടുക്കുന്നില്ല എന്നാണ്. എവിടെയൊക്കെയോ ചില എന്താണ് പറയുന്നത്, പട്ടം പറത്തിക്കൊണ്ടാണ് ഇരിക്കുന്നത്. പട്ടത്തിൻ്റെ നിയന്ത്രണം എപ്പോഴും ഈ ചരടിൽ തന്നെയാണ് ഇരിക്കുന്നത്. മക്കളൊക്കെ നല്ല രീതിയിൽ വണ്ണം പഠിക്കണം താല്പര്യമുണ്ട് എല്ലാവർക്കും. വിദേശത്ത് പോകണം, സമ്പാദിക്കണം, ഇതും താല്പര്യമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വിവാഹം കൃത്യസമയത്ത് നടക്കണം, അതും താല്പര്യമുണ്ട്. കൂട്ടായ്മയെല്ലാം വൃത്തികാലത്തിൽ നടക്കണം, ഇതെല്ലാം എല്ലാവർക്കും വേണ്ടതാണ്. പക്ഷെ പട്ടത്തിൻ്റെ ഇത് ചരട് വിടാൻ പറ്റില്ല. എവിടെ പറപ്പിച്ചാലും ഒരു ചെറിയ ചരട്, ആരും കാണില്ല അതിനകത്ത്. ആ പട്ടത്തിൻ്റെ ചരട് എപ്പോഴും നമ്മുടെ കയ്യിൽ തന്നെ ഇരിക്കും. ഏതിൽ പോയാലും എൻ്റെ ഇഷ്ടമേ നടക്കാൻ പറ്റുകയുള്ളൂ. എനിക്ക് എപ്പോൾ വേണമെങ്കിലും പട്ടം ചുരുട്ടി കൂട്ടാൻ പറ്റില്ലേ? പട്ടം ഏത് സമയത്തും വേണമെങ്കിൽ ചുരുട്ടി കൂട്ടാം. പറത്തിയൊന്നും വിടാൻ നമ്മൾ തയ്യാറല്ല. സഹോദരങ്ങളെ, 100% കർത്താവായ യേശു ക്രിസ്തുവിന് മുമ്പായി 100% ആയിട്ടുള്ളൊരു സമർപ്പണം വരുന്നില്ല എന്നാണ് പറയേണ്ടത്. നാം ദൈവത്തിൻ്റെ ദാസനിൽ നിന്ന് കേട്ടിട്ടുണ്ടല്ലോ, അപൂർണമായ സമർപ്പണം ആണിപ്പഴുതുള്ള കരങ്ങൾ സ്വീകരിക്കുകയില്ല എന്ന് ദൈവദാസൻ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ഇന്ന് അനേകരുടെ സമർപ്പണം അപൂർണമായിട്ട് നിൽക്കുകയാണ്. പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. മക്കളെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. ജോലിയെ പൂർണ്ണമായിട്ടും വിട്ടുകൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാത്തിലും ഒരു സ്വയം വന്ന് കയറുകയാണ്. അതിന് ഞാനില്ല എങ്കിൽ, എൻ്റെ പാർട്ടിസിപ്പേഷൻ ഇല്ല എങ്കിൽ അവിടെ കുറവ് വരും. അതുകൊണ്ട് ഞാൻ ഇടിച്ചിടിച്ച് ചെല്ലുകയാണ്. എൻ്റെ പാർട്ടിസിപ്പേഷൻ വേണം, എൻ്റെ തല അവിടെ ഉയരണം. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇതെല്ലാം നാം ചിന്തിക്കേണ്ടിയിരിക്കുന്ന കാര്യങ്ങളാണ്. ഒന്നാമത് ദൈവത്തിൻ്റെ കോപം മാറുവാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത് പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒന്നാമത്തെ പ്രാർത്ഥന ദൈവത്തിൻ്റെ കോപം മാറുക എന്നുള്ളതാണ്. പിന്നീടാണ് പ്രാർത്ഥിക്കേണ്ടത്, കർത്താവേ, എന്നിൽ വന്നിരിക്കുന്ന പാപത്തിൻ്റെ മ്ലേച്ഛത മാറ്റിത്തരണമെന്നുള്ള പ്രാർത്ഥന. ദൈവത്തിന് സ്തോത്രം. അന്ന് ദാവീദ് രാജാവ് പ്രാർത്ഥിച്ചു, ഇന്നിന്ന പാപങ്ങൾ ഞാൻ ഏറ്റു പറയുമെന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ തന്നെ എന്ത് സംഭവിച്ചു? ദാവീദിൻ്റെ പാപത്തിൻ്റെ കുറ്റം കർത്താവ് ക്ഷമിച്ചു കൊടുത്തു. എൻ്റെ ലംഘനങ്ങളെ ഞാൻ യഹോവയോട് ഏറ്റുപറയും എന്ന് പറഞ്ഞതേയുള്ളൂ. അപ്പോൾ തന്നെ എന്തുണ്ടായി? പാപത്തിൻ്റെ കുറ്റം ക്ഷമിച്ചു തന്നു. നിങ്ങൾക്കങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ, നാം ഓരോരുത്തരും ചെയ്യുന്നതാണ്. ഇനിയും പാപം ക്ഷമിച്ചിട്ടില്ല എന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? ഇനിയും നിങ്ങളുടെ പാപങ്ങൾ കെട്ടിക്കിടക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ടോ? ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, പാപമുണ്ടെങ്കിൽ അത് ഏറ്റുപറയണം. കുടുംബത്തൊരു വിജയം വരുന്നില്ലേ, അതിന് തക്കതായ കാരണമുണ്ടാകും. പാപം അവിടെ കിടപ്പുണ്ടാകും. വിജയം എവിടെ തടുകുന്നോ അവിടെ പാപമുണ്ടാകും. തടങ്കൽപ്പാറ എവിടെ വന്നിട്ടുണ്ടോ അവിടെ പാപമുണ്ടാകും. എരിഹോ പട്ടണം പിടിക്കാൻ പോയപ്പോൾ എല്ലാം ഈസി ആയിരുന്നു അല്ലേ? ചുമ്മാ ചുറ്റി നടന്നേ ഉള്ളൂ. പ്രൈസ് ദി ലോർഡ് എന്ന് പറഞ്ഞ് സ്തോത്രം സ്തോത്രം ഹാലേലുയ ഹാലേലുയ എന്ന് പറഞ്ഞ് അവർ കൈപൊക്കി ഇങ്ങനെ നടന്നേ ഉള്ളൂ. എന്ത് സംഭവിച്ചു? എരിഹോ പട്ടണം ഇടിഞ്ഞു വീഴുന്നു. എത്ര മധുരതരമായ ആത്മീയ ജീവിതമല്ലേ? പ്രൈസ് ദി ലോർഡ് എന്ന് പറയുമ്പോൾ തന്നെ വീണു കഴിഞ്ഞു. ദൈവത്തിന് സ്തോത്രം. എന്ത് പ്രാർത്ഥിച്ചാലും അപ്പോൾ തന്നെ നടക്കുക. ദൈവമക്കൾ എന്ത് പ്രാർത്ഥിച്ചാലും അപ്പോൾ തന്നെ നടക്കുക. അതുകൊണ്ട് എന്തുണ്ടായി? എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പ്രാർത്ഥന വീരന്മാരായി മാറി. എന്ത് സംഭവിച്ചു? എരിഹോ പട്ടണം കണ്ടുകൊണ്ടിരിക്കുകയാണ് ആൾക്കാർ. പിന്നെ എന്ത് സംഭവിച്ചു? മുന്നിൽ വന്നു, ഹായ് പട്ടണം വന്നു. അപ്പോൾ സ്പിരിച്വൽ കംപ്ലൈസൻസി അഥവാ ആത്മീയ നിഗളം എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആത്മീയമായ അലംഭാവം എന്ന് പറയുന്നു. എന്ത് സംഭവിച്ചു? എരിഹോ വീഴ്ത്തിയതല്ലേ ഞങ്ങൾ, പിന്നെയായി ഹായ്. ഒരു കാര്യം ചെയ്യേ, ഒരു 2000 പേര് പോയാൽ മതി എന്ന് പറഞ്ഞു. അല്ല വേണ്ടായിരിക്കട്ടെ, 3000 പേര് പോയാൽ മതി എന്ന് പറഞ്ഞു. ബാക്കിയുള്ള ഇസ്രായേൽ യുദ്ധവീരന്മാരെല്ലാം അവിടെ തന്നെ നിന്നോളാൻ പറഞ്ഞു. എന്തുണ്ടായത്? ഹായിൽ ചെന്നു, തോറ്റു തുന്നമ്പാടി തിരിച്ചു പോന്നു. എന്തായിരുന്നു കാരണം? യോശുവയുടെ പുസ്തകം വായിക്കുമ്പോഴാണ് മനസ്സിലാകുന്നത്. എന്തായിരുന്നു കാരണം? പാപം ഇസ്രായേൽ പാളയത്തിൽ വന്നു. പാപം ഇസ്രായേൽ പാളയത്തിൽ വന്നപ്പോൾ പരാജയം വന്നു. സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കണം. എവിടെയാണ് പരാജയം വന്നിരിക്കുന്നത്? വിജയത്തിൻ്റെ തേരിലേറിയപ്പോൾ ചില കാര്യങ്ങളിൽ പരാജയം വന്നിട്ടില്ലേ? ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ല എങ്കിൽ അത് ആരുടെ കുഴപ്പമാണ്? അതിൽ കൂട്ടായ്മയുടെ കുഴപ്പമാണോ? ഇതുവരെയും പ്രാർത്ഥിച്ചിട്ട് കിട്ടുന്നില്ലെങ്കിൽ എവിടെയോ തെറ്റ് സംഭവിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, പാപം പാതിക്കൽ കിടക്കുകയാണ്. അതിൻ്റെ ആഗ്രഹം നിന്നോടാകുന്നു. നീയോ അതിന് ജയിക്കണമെന്ന് പറഞ്ഞിട്ട് എത്ര പേർ ജയിച്ചു എന്ന് ആർഡൻ്റായിട്ട് പറയുവാൻ കഴിവുള്ള ആരുണ്ട്?
പാപത്തിന്മേൽ എനിക്ക് ജയം കിട്ടി എന്ന് പറയുവാൻ സാധിക്കുന്നുണ്ടോ സഹോദരങ്ങളെ? യോശുവ തകർന്നുപോയി. യോശുവ അന്ന് രാത്രി മുഴുവനും യോശുവായും മൂപ്പന്മാരും ഇതാ സാഷ്ടാംഗം വീട് കിടക്കുകയാണ്. യഹോവയായ ദൈവം അവരോട് പറഞ്ഞു, യോശുവായെ, നീ ഇങ്ങനെ സാഷ്ടാംഗം വീണ് കിടന്നിട്ട് എന്ത് കാര്യം? ഇസ്രായേൽ ഇതാ പാപം ചെയ്തു കിടക്കുകയാണ്, ആകാൻ ഇതാ പാപം ചെയ്തു കിടക്കുകയാണ്. അവിടെ കണ്ടുപിടിക്കപ്പെട്ടു. ആകാൻ പാപം ഏറ്റുപറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ആകാൻ പാപം ഏറ്റുപറഞ്ഞു. എന്തുണ്ടായി? പിന്നീട് വന്നപ്പോൾ ഹായി പട്ടണം ജയിച്ചു. പാപം ഏറ്റുപറഞ്ഞു, കഴുകൾ കിട്ടി, ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു സമർപ്പണമെടുത്തു, ഇനി ഒരു തെറ്റിലേക്ക് പോകുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ജീവിതത്തിന് വിജയം വന്നു. ദൈവത്തിന് സ്തോത്രം. നമുക്ക് ഓരോരുത്തരുടെയും ജീവിതമാണ് ഈ പറയുന്നത് സഹോദരങ്ങളെ. ഒന്നാമത് ദൈവത്തിൻ്റെ കോപം മാറുവാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത് വന്നിരിക്കുന്ന പാപം നാം കണ്ടുപിടിച്ച് പ്രാർത്ഥിക്കണം. പാപം കണ്ടുപിടിച്ചില്ല എങ്കിൽ പാപം നമ്മളെ പിന്തുടരും. അതിനെയാണ് യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട് എന്ന് പറയുന്നത്. നിന്റെ പാപം നിശ്ചയമായി നിന്നെ പിന്തുടരും. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുന്ന ഒരു നാഴിക വരുമെന്ന്. പാപം ചെയ്തിട്ടുണ്ടോ ഇന്ന് കൂട്ടായ്മക്കാർ ആരും കാണുകയില്ല. ഭാര്യ കാണുകയില്ല, ഭർത്താവ് കാണുകയില്ല, മക്കളോ മാതാപിതാക്കളോ കാണുകയില്ല. ശരി തന്നെയാണ്. എന്നാൽ ചുവരിൽ നിന്ന് കല്ലുകളും മരപ്പണിയിൽ നിന്ന് തുലാമും എഴുന്നേറ്റ് വരും. അതുകൊണ്ടാണ് പറയുന്നത് യുവർ സിൻ വിൽ ഫൈൻഡ് യു ഔട്ട്. നിൻ്റെ പാപം നിന്നെ വേട്ടയാടുമെന്ന്. പാപം നിൻ്റെ മനസ്സിനെ വേട്ടയാടും, പാപം ശരീരത്തിൽ വേട്ടയാടും, പാപം നിയമത്താൽ പിടിക്കപ്പെടും, പാപം ഉപബോധ മനസ്സിൽ പിന്തുടരും, പാപം തലമുറകൾക്ക് ശാപമായി തീരും, പാപം നിത്യതയിൽ നിന്നെ കണ്ടെത്തുമെന്ന്. അതുകൊണ്ട് സഹോദരങ്ങളെ, പാപം കണ്ടുപിടിച്ച് നാം ഏറ്റുപറയേണ്ടിയിരിക്കുന്നു. ഒന്നാമത് ദൈവത്തിൻ്റെ കോപം മാറുവാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത് പ്രാർത്ഥിക്കേണ്ടത് പാപത്തിൽ നിന്ന് നമുക്ക് മുക്തി വേണം, പാപം മോചിച്ച് കിട്ടുവാനായി പ്രാർത്ഥിക്കണം. എങ്കിൽ മാത്രമേ അടുത്ത സ്റ്റെപ്പ് നടക്കുകയുള്ളൂ. എങ്കിൽ മാത്രമേ പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറ്റുകയുള്ളൂ. പരിശുദ്ധാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കണം. ലൂക്കോസിൻ്റെ സുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യത്തിലാണ് പരിശുദ്ധാത്മാവ് എത്രത്തോളം തരുമെന്നുള്ളതിനെ അവിടെ ഒരു സ്റ്റോറി എഴുതുന്നത്. ഒരു ദിവസം രാത്രിയായി കഴിഞ്ഞപ്പോൾ ഒരു സ്നേഹിതന് ഒരു വീട്ടിലേക്ക് ഒരു അതിഥി വന്നു. അവൻ്റെ വീട്ടിൽ ഒന്നും കൊടുക്കുവാനില്ല. തൊട്ടടുത്ത ഉറ്റ സ്നേഹിതൻ താമസിക്കുന്നുണ്ട്. അവൻ്റെ വീട്ടിലേക്ക് അവർ ചെന്നു. എന്തെങ്കിലും കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചാണ് ചെല്ലുന്നത്. ചോദിച്ചപ്പോൾ ഒക്കെയും തന്നവനാണ് സ്നേഹിതൻ. ചോദിച്ചപ്പോൾ എല്ലാം ചെയ്തു കിട്ടിയവനായിരുന്നു. ഈ കൂട്ടായ്മയ്ക്ക് വന്ന് പ്രാർത്ഥിച്ചപ്പോൾ മുഴുവൻ കിട്ടി. പ്രാർത്ഥനാ കാർഡിൽ പ്രാർത്ഥന എഴുതിയിട്ടു. അപ്പോൾ തന്നെ നടപടി കിട്ടിയവരുണ്ട്. അപ്പോൾ തന്നെ ദൈവത്തിൻ്റെ ഉത്തരം കിട്ടിയവരുണ്ട്. രോഗം മാറിയവരുണ്ട്, ക്ഷീണം മാറിയവരുണ്ട്, ബിസിനസ് ഡെവലപ്പ് ചെയ്തവരുണ്ട്, മക്കൾക്ക് വിവാഹം നടത്തി കിട്ടിയവരുണ്ട്. യേശു പ്രാർത്ഥിച്ചപ്പോൾ എല്ലാം സൗജന്യദാനമായി തന്നതാണ്. അപ്പോൾ ഈ രാത്രി ചെല്ലുകയാണ്, 3 അപ്പം വായ്പ വാങ്ങിക്കാൻ ചെല്ലുകയാണ്. ഇപ്പോൾ കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവിടെ ചെന്ന് പറഞ്ഞപ്പോൾ പറയുകയാണ്, ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് തരാൻ യാതൊരു നിർവാഹവുമില്ല. ഇപ്പോൾ പറയുക, എഴുന്നേറ്റ് തരാൻ യാതൊരു നിർവാഹവുമില്ല. മക്കൾ കൂടെ കിടക്കുന്നുണ്ട്, വാതിലടച്ചിരിക്കുകയാണ്. അങ്ങനെ പല പല കാര്യങ്ങൾ വരികയാണ്. എന്നാൽ യേശു എന്താണ് പറയുന്നത്? ആദ്യം തരാൻ പറ്റില്ല എന്ന് പറഞ്ഞതിനൊരു കാരണമുണ്ടായിരുന്നു. പ്രാർത്ഥനകൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അടയ്ക്കുവാൻ പറ്റാത്തതിനൊരു കാരണമുണ്ട്. എന്താണ് കാരണം? കൈകൾ ശുദ്ധമല്ല. ഈ കൈയിലേക്ക് 3 അപ്പം തരുവാനായും വായ്പ തരുവാനായും ഈ കൈകൾ ശുദ്ധമല്ല എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഞാൻ നിനക്ക് അനുഗ്രഹം തരേണ്ടത് സഹോദര? നീ പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ ഞാൻ എങ്ങനെ ഇത് ചെയ്തു തരണം? നീ പ്രാർത്ഥിക്കുന്നുണ്ട്, നീ ജാഗരിക്കുന്നുണ്ട്, നീ വരുന്നുണ്ട്, പോകുന്നുണ്ട്, ശരി തന്നെയാണ് സഹോദരി. എന്നാൽ ഈ കാര്യത്തിൽ ഞാൻ എങ്ങനെ ചെയ്തു തരണം എന്നാണ് നീ പറയുന്നത്. ഇപ്പോഴും പാപം നിൻ്റെ ഉള്ളിലുണ്ടോ? നിൻ്റെ കരങ്ങൾ വിശുദ്ധമാണോ? അന്യനെ തട്ടിച്ചെടുത്ത ബിസിനസ് സമ്പാദ്യം ഇന്നും കൈകളിലുണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഈ കൈകൾ വിശുദ്ധമാണോ? സ്വർഗസ്ഥനായ പിതാവേ എന്ന് മലർത്തിക്കൊണ്ട് ചെല്ലുന്ന ഈ കൈകൾ വിശുദ്ധമാണോ? വിശുദ്ധമായ കൈകളിലേക്ക് അല്ലേ ഒരു വിശുദ്ധി പകർന്നു തരാൻ പറ്റുകയുള്ളൂ. നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന് തരണമെന്നുണ്ട്. എന്നാൽ അവിടെ എന്തുണ്ടായി? ദൈവം വിട്ടുകളയില്ല സഹോദരങ്ങളെ. യേശു അങ്ങനെ വിട്ടുകളയുന്നവനല്ല. നിന്റെ ഉൾത്തേങ്ങലുകളും പ്രയാസങ്ങളും അനുഭവിച്ചറിഞ്ഞവനാണവൻ.
ഒരു കൊച്ചുകുട്ടിയെപ്പോലെ യേശു നമ്മളെ മാറോടണച്ച് ചേർക്കാൻ താല്പര്യപ്പെടുന്നവനാണ്. നീ എന്തെല്ലാം ചെയ്തു തന്നിട്ടെങ്കിലും നീ എൻ്റെ കൂടെ ഒന്ന് വരൂ, ഞാൻ എന്തെല്ലാം ചെയ്തു തരാം. ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്ന് ഞാൻ സമൃദ്ധിയായി അനുഗ്രഹം നിൻ്റെ മേൽ പകരാം. നീ ഒരു കാര്യം ചെയ്യൂ, നീ എൻ്റെ കൂടെ നിൽക്കൂ. നീ പിശാചിനെയും അവൻ്റെ സൈന്യത്തെയും ഉപേക്ഷിക്കൂ. പിശാച് വന്ന് വിളിക്കുമ്പോൾ നീ പോകാതിരിക്കൂ. നീ എൻ്റെ മേൽ വരൂ, എൻ്റെ കൂടെ വരൂ. ഞാനാണ് ദൈവം, നീ എൻ്റെ കൂടെ വരൂ എന്ന് പറഞ്ഞ് അരുമനാഥനായ യേശു ക്രിസ്തു വീണ്ടും വീണ്ടും സൗജന്യദാനവുമായി വരികയാണ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇതാ വാതിൽ മലക്കെ തുറന്നിട്ടിരിക്കുകയാണ്. വചനം കേൾക്കുന്ന ദൈവവൈദ്യരെ നീ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിന്റെ മുമ്പാകെ സമൃദ്ധിയുടെ വാതിൽ തുറന്നിട്ടിരിക്കുന്നുണ്ട്. നിന്റെ മുമ്പാകെ ഒരു വാതിൽ തുറന്നിട്ടുണ്ട്, വാതിൽ അടച്ചിട്ടില്ല. യേശു അങ്ങനെ കൊട്ടി അടയ്ക്കുന്നവനല്ല, വാതിൽ കൊട്ടി അടയ്ക്കാത്തവനാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇന്ന് അത്ഭുതങ്ങൾ കാണാൻ പോവുകയാണ്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ ഹൃദയത്തിന്മേൽ പലതും പകർന്ന് തരേണ്ടതുണ്ട്. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിന്മേലെ ചുക്കാൻ യേശുവിന് ഏറ്റെടുക്കേണ്ടതുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിയന്ത്രണം യേശു ഏറ്റെടുക്കാൻ തയ്യാറാണ്. നിങ്ങളുടെ മക്കളുടെ നിയന്ത്രണം യേശു ഏറ്റെടുക്കുവാൻ തയ്യാറാണ്. അവൻ പറയുകയാണ്, വാതിലിതാ മലക്കെ തുറന്നിട്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അകത്ത് വന്ന് ഇഷ്ടം പോലെ എടുത്തുകൊള്ളാമെന്ന്. 3 അപ്പം വായ്പ ചോദിച്ചവൻ്റെ മുമ്പാകെ വാതിൽ തുറന്നിട്ട് കൊടുത്തു. അവന് ചോദിച്ചതെല്ലാം കൊണ്ടുപോവുകയാണ്. എത്ര വേണമെങ്കിലും കൊടുക്കാമെന്ന് യേശു ഇന്ന് വന്ന് പറയുകയാണ്, മക്കളെ ഞാൻ എത്ര വേണമെങ്കിലും തരാം. ഒരു കാര്യം മാത്രം ചെയ്താൽ മതി, നീ പിശാചിനോട് എന്നേക്കുമായി യാത്ര പറയണം. പരിശുദ്ധാത്മാവിനെ നിൻ്റെ ഉള്ളിൽ സ്വീകരിക്കണം. അതിന് നീ തയ്യാറാണോ? എന്നാൽ നിനക്ക് വേണ്ടി ആകാശത്തിൻ്റെ കിളിവാതികൾ ഞാൻ തുറന്നിട്ട് തരാമെന്ന് യേശു പറയുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഇങ്ങനെ യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ അവൻ എത്രയധികം തരും. മകൻ അപ്പം ചോദിച്ചാൽ പാമ്പിനെ മുട്ട കൊടുക്കുമോ? മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? ദോഷികളായ നിങ്ങൾക്ക് ഇത്രത്തോളം ദാനങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ സ്വർഗസ്ഥനായ എൻ്റെ പിതാവിനോട് നിങ്ങൾക്ക് ഇന്ന് യാചിച്ചുകൊണ്ടിരിക്കാമോ? അപ്പാ, ഈ ശുശ്രൂഷ കഴിയുമ്പോൾ അപ്പാ പരിശുദ്ധാത്മാവിൻ്റെ മേൽ പകർന്നു തരണമേ എന്ന്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഞാൻ എത്രയധികം പരിശുദ്ധാത്മാവിനെ പകർന്നു തരുമെന്നാണ് പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്നാമത്, നിങ്ങൾ ദൈവത്തിൻ്റെ കോപം മാറിപ്പോകുവാൻ പ്രാർത്ഥിക്കണം. രണ്ടാമത്, പാപങ്ങളുടെ മോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. മൂന്നാമത്, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് അപ്പോസ്തലൻ കുറേ കാര്യങ്ങൾ കൂടി പറഞ്ഞു. ഇതാണ് പ്രാർത്ഥനയിലെ അടിസ്ഥാനമായ കാര്യം വേണ്ടത്. അപ്പൻ്റെ സന്നിധിയിൽ ഇരിക്കുമ്പോൾ അപ്പൻ്റെ കോപം മാറുവാൻ പ്രാർത്ഥിക്കണം. യേശു, അപ്പാ, നിന്നോട് എതിർത്ത് ഞാൻ പലതും ചെയ്തു പോയി. എൻ്റെ ജീവിതത്തിൽ പല മുൻവിധികൾ വന്നു. ഞാൻ അളക്കേണ്ടതെല്ലാം അളന്നില്ല, അളക്കണ്ടാത്തത് പലതും അളന്നു. ഇന്നും പല വെള്ളിക്കാശുകൾ എൻ്റെ കൈകളിലിരിക്കുകയാണപ്പാ. ഞാൻ പല രത്നങ്ങളും കൈപ്പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ അതൊന്നും രത്നങ്ങളല്ല, വെറും കല്ലുകൾ മാത്രമാണെന്ന് ഈ വചനം കേൾക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കർത്താവേ, ഈ രത്നങ്ങളെല്ലാം ഞാൻ കയ്യിൽ നിന്ന് വിട്ടുകളഞ്ഞുകൊള്ളാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്ന അരുതാത്ത വെള്ളിക്കാശുകളെല്ലാം ഞാൻ ഉപേക്ഷിച്ചു കൊള്ളാം. സമർപ്പണം പറയുന്നവരുണ്ടോ? ദൈവത്തിന് സ്തോത്രം. അവരെ നോക്കിക്കൊണ്ട് പൗലോസ് അപ്പോസ്തലൻ വീണ്ടും കുറേ കാര്യങ്ങൾ പറഞ്ഞു. എല്ലാം ചിന്തിക്കുവാൻ നമുക്ക് സമയം പോരാ. എങ്കിലും ദൈവത്തിന് സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിൽ പറഞ്ഞു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കണമെങ്കിൽ ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തിലും സകല ജ്ഞാനത്തിലും വളർന്നു വരണമെന്ന്. 10-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമ്പോൾ നടന്നു ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും. അവൻ്റെ ഇഷ്ടത്തിൻ്റെ പരിജ്ഞാനം കൊണ്ട് നിങ്ങൾ നിറഞ്ഞു വരണം. യേശുവിൻ്റെ ഇഷ്ടം എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. യേശുവിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച പരിജ്ഞാനം നിങ്ങൾക്ക് വേണം. ദൈവത്തിന് സ്തോത്രം. എങ്കിൽ മാത്രമേ ഈ ദൈവത്തിന് സ്തോത്രം പാപത്തിൽ നിന്ന് മോചനം കിട്ടി പരിശുദ്ധ രക്തത്തിൻ്റെ മുദ്ര കിട്ടുകയുള്ളൂ. പരിശുദ്ധാത്മാവിനെ പകരുവാനായി സകല ജ്ഞാനത്തിലും നിങ്ങൾ വളർന്നു വരണമെന്ന് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ, എങ്ങനെയെല്ലാമാണ് ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാടെന്ന് അപ്പോസ്തലൻ ഈ ലേഖനത്തിലൂടെ പറയുന്നുണ്ട്. കൊലോസ്യർക്ക് എഴുതിയ 3-ാമത്തെ ലേഖനം
കൊലോസ്യർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 3-ാമത്തെ അധ്യായത്തിൻ്റെ 8, 9, 10 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ മനസ്സിലാകും, ശരിയായ ഒരു ആത്മീയ കാഴ്ചപ്പാടിന് വേണ്ടി നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് അപ്പോസ്തലൻ പറഞ്ഞു കൊടുത്തു. വായിക്കാം. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവൻ്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞ് തന്നെ സൃഷ്ടിച്ചവൻ്റെ പ്രതിമപ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നുവല്ലോ. ഇന്ന് നിങ്ങളൊരു പുതിയ മനുഷ്യനെ ധരിക്കുവാൻ തയ്യാറാണോ? പഴയതെല്ലാം ഉരിച്ചു കളയണം, ഉരിഞ്ഞു കളയണം. പഴയത് വന്നു പോയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഉരിഞ്ഞു കളയണം സഹോദരങ്ങളെ. ഒരു പുതുക്കത്തിൻ്റെ ആത്മാവ് പ്രാപിക്കണം. സകല ജ്ഞാനത്തിനും നിങ്ങൾ വളർന്നു വരണം. കൊലോസിയിലുള്ള ദൈവമക്കളോട് പറഞ്ഞ അതേ കാര്യം തന്നെയാണ് നമ്മോട് ദൈവം പറയുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരത്തിന് വേണ്ടി നാം സകല ജ്ഞാനത്തിനും വളരണം. പഴയതിനെ ഇല്ലായ്മ ചെയ്യണം, പുതിയതിനെ എടുക്കണം. പുതിയതാണ് ക്രിസ്തു, പുതിയതാണ് ക്രിസ്തു. പുതിയ നിയമത്തിൻ്റെ രക്തമാണ് ക്രിസ്തു എന്ന് പറയുന്നത്. അതിനെ പ്രാപിക്കുവാൻ നാം പഴയത് കഴിച്ചു കളയണം. നിങ്ങൾ സകല ജ്ഞാനത്തിലും വളർന്നു വരണം. ഒരിക്കൽ ശലോമോൻ പ്രാർത്ഥിച്ചു, കർത്താവേ, ഈ ജനത്തെ നയിക്കുവാൻ തക്കവണ്ണമുള്ള സകല ജ്ഞാനവും എനിക്ക് നൽകണമേ എന്ന്. ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ 2 ദിനവൃത്താന്തങ്ങളിൽ 1-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യത്തിലാണ് ശലോമോൻ പ്രാർത്ഥിച്ചത്. സകല ജ്ഞാനത്തിലും വിവേകത്തിലും എനിക്ക് കിട്ടണമെന്നാണ് പ്രാർത്ഥന. ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായം 12-ാമത്തെ വാക്യത്തിലാണ് ശലോമോനോട് ദൈവം അതിൻ്റെ ഉത്തരം പറയുന്നത്. ദൈവം അതിൻ്റെ ഉത്തരം പറയുകയാണ്, ഞാൻ നിൻ്റെ പ്രാർത്ഥന ഇതാ കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. നിൻ്റെ പ്രാർത്ഥന ഇതാ ഞാൻ കേട്ടിരിക്കുന്നു എന്ന് ശലോമോനോട് പറഞ്ഞു. സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരെയും പ്രാർത്ഥന ദൈവം കേൾക്കുന്നതാണ്. നിങ്ങൾ ഈ രീതിയിൽ ജ്ഞാനത്തോടു കൂടിയ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് തുടരുന്നതെങ്കിൽ, തുടരാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവസന്നദ്ധിയിൽ അണയുന്നവയായിരിക്കും. നിങ്ങൾ ഒരുവന് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരുവനോട് കാര്യങ്ങളെ ഏറ്റുപറയണം. ദൈവത്തിന് സ്തോത്രം. കഴികൾ കിട്ടണം സഹോദരങ്ങളെ. ഹൃദയം പരിശുദ്ധമായി വരണം. ശലോമോൻ പ്രാർത്ഥിച്ചു, ഈ ജനത്തിനുവേ നയിക്കുവാനുള്ളൊരു ജ്ഞാനം എനിക്ക് തരണമേ എന്ന്. അപ്പോൾ എന്തുണ്ടായി? ദിനവൃത്താന്തങ്ങളുടെ 2-ാമത്തെ പുസ്തകം 7-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിൽ ദൈവം അത് കൊടുത്തു. ദൈവത്തിന് സ്തോത്രം. ദൈവം ഒരു അഷുറൻസായി കൊടുത്തു, ഒരു ഉറപ്പ് കൊടുത്തു. എന്തായിരുന്നു ഉറപ്പ്? എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ ജനം തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തണം. ആദ്യമായിട്ട് തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചെടുക്കണം. തങ്ങളെ തന്നെ താഴ്ത്തിയിട്ട് വേണം പ്രാർത്ഥന വരുവാനായിട്ട്. തങ്ങളെ തന്നെ താഴ്ത്തിയതിന് ശേഷം പ്രാർത്ഥന വന്നു. പിന്നെ എൻ്റെ മുഖം അന്വേഷിച്ച്, പിന്നീടാണ് ദൈവത്തിൻ്റെ മുഖം അന്വേഷിക്കുന്നത്. നാം മുമ്പേ പറഞ്ഞ കാര്യങ്ങൾക്ക് കൃത്യമായിട്ട് വന്നില്ലേ സഹോദരങ്ങളെ? ആദ്യമേ തന്നെ താഴ്ത്തി, പിന്നെ അവൻ പ്രാർത്ഥിച്ചു, പിന്നെ അവൻ്റെ മുഖം അന്വേഷിച്ചു. അപ്പോൾ എന്ത് സംഭവിച്ചു? തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ട് തിരിയുമെങ്കിൽ. പിന്നെ സംഭവിക്കുന്നതാണ്, ഇനി ഒരിക്കലും ഞാൻ വിട്ടുപോകുന്നതിലേക്ക് തിരികെ പോവുകയില്ല. വിട്ടതും വെറുത്തതുമായി ഒന്നും എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയില്ല. ഇനി ഞാൻ ഒരു കാലത്ത് എല്ലാം ഞാൻ ഉപേക്ഷിച്ചൊരു വേർപാട് പാലിച്ചതാണ്. എന്നാൽ ഇപ്പോൾ ഈ ആധുനിക സംസ്കാരം വന്ന് എന്നെ പിടിച്ചുലച്ച് കൊണ്ടുപോയിട്ട്, ഈ ലോകം വന്ന് എന്നെ ഞെരുക്കി കളഞ്ഞിട്ട് വീണ്ടും ഞാൻ ആ ഉപഭോഗ സംസ്കാരത്തിലെ അടിമയായി പോവുകയാണ്. ഒരു കാലത്ത് ഞാൻ വിട്ടുപോകുന്നതാണ്. എന്നാൽ ഇപ്പോൾ ആരും കാണാതെ, ആരും കൂട്ടായ്മക്കാർ കണ്ടില്ലെങ്കിലോ ഇതെല്ലാം ഞാൻ എടുത്ത് ഉപയോഗിക്കുകയാണ്. ഒന്നോടെ വായിക്കൂ. എൻ്റെ നാമം വിളിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ജനം തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ച്, പിന്നെ പ്രാർത്ഥിച്ച്, എൻ്റെ മുഖം അന്വേഷിച്ച് തങ്ങളുടെ ദുർമാർഗ്ഗങ്ങളെ വിട്ടു തിരിയുമെങ്കിൽ ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. ദൈവത്തിന് സ്തോത്രം. ഞാൻ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവരുടെ പാപം ക്ഷമിച്ച് അവരുടെ ദേശത്തിന് സൗഖ്യം വരുത്തി കൊടുക്കും. നിങ്ങളുടെ ഭവനത്തിന് സൗഖ്യം വരുത്തി തരും. നിങ്ങളുടെ വ്യക്തി ജീവിതത്തിന് സൗഖ്യം വരുത്തി തരും. നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ രംഗത്തിലും സൗഖ്യം വരുത്തി തരും. യേശു ക്രിസ്തു നൽകുന്ന അഷുറൻസാണ് സഹോദരങ്ങളെ. ദൈവത്തിന് സ്തോത്രം. ആ അഷുറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, ഈ രീതിയിലുള്ളൊരു പ്രാർത്ഥനാ ജീവിതം ഡെവലപ്പ് ചെയ്തെടുത്തെങ്കിൽ മാത്രമേ യേശുവിൻ്റെ രക്തം നമുക്ക് ഗുണകരമായി സംസാരിക്കുകയുള്ളൂ.
ദൈവത്തിന് സ്തോത്രം. യേശുവിൻ്റെ ഗുണകരമായി സംസാരിക്കുന്ന ആ പുണ്യാഗ രക്തത്തിന് മുമ്പാകെയാണ് ഞാനും നിങ്ങളും വന്നു നിൽക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, നാം കേട്ടവരാണ് അധികമായിട്ടും. എൻ്റെ 38-ാമത്തെ വയസ്സ് വരെയും ഈ രംഗം എനിക്ക് അന്യമായി തീർന്നതായിരുന്നു. ഒരു ഫലവും കായ്ക്കാത്ത കാട്ടുമുന്തിരിങ്ങ കായ്ച്ചവനായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഒരിക്കലും ഗതി പിടിക്കുകയില്ല എന്ന് പറയുന്ന ഒരു കുടുംബത്തിൽ നിന്നാണ് ഞാൻ വന്നുകൊണ്ടിരുന്നത്. എന്നാൽ ഈ ദൈവത്തിൻ്റെ വചനം എനിക്ക് അന്യമായിരുന്നു. ഈ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ പുച്ഛിച്ച് കളഞ്ഞിട്ടുണ്ട്. കാരണം എനിക്ക് എൻ്റേതായ പല രംഗങ്ങളും എനിക്കുണ്ടായിരുന്നു. ഞാൻ എന്ന് പറയുന്ന വ്യക്തി എന്നെ തന്നെ ഉയർത്തിക്കൊണ്ട് ജീവിച്ചു. എനിക്ക് ഈ രംഗത്തോട് എന്നും വെറുപ്പായിരുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ഞാൻ അനേകം പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണല്ലോ, ഒരു നയമാൻ എന്ന് പറയുന്ന പഴയ നിയമത്തിലെ ഒരു ക്യാരക്ടറുണ്ടല്ലോ, അതേ ഹൃദയക്കാരനായിരുന്നു ഞാൻ. അനുഗ്രഹം പകർന്നു തരാമെന്ന് പറഞ്ഞാലും അനുഗ്രഹം അവിടെ ഇല്ല എന്ന് പറയുന്ന സ്വഭാവക്കാരനായിരുന്നു ഞാൻ. ദൈവത്തിന് സ്തോത്രം. അവൻ പ്രവാചകൻ്റെ മുമ്പിൽ നിന്ന് അനുഗ്രഹത്തിൻ്റെ വചനം കേട്ടു. നീ യോർദാനിൽ പോയി 7 പ്രാവശ്യം മുങ്ങാൻ പറഞ്ഞു. അവൻ അനുസരിക്കാതെ നയമാൻ വിട്ടുപോയില്ലേ സഹോദരങ്ങളെ? അവനൊരു കുഷ്ഠരോഗിയായി തന്നെ തുടർന്നു പോകുന്നു. പാപത്തിൻ്റെ കുഷ്ഠത്തിൽ എൻ്റെ ജീവിതം തകർന്നു പോയിരുന്നു സഹോദരങ്ങളെ. എന്നാൽ എൻ്റെ 38-ാമത്തെ വയസ്സിൽ ഈ രംഗത്തെക്കുറിച്ച് ഞാൻ കേട്ടു. എന്നെ അനേകർ ഈ രംഗത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുത്തുവാൻ ശ്രമിച്ചു. എന്നാൽ ഞാൻ പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ദേശത്തിലെ സകല വെള്ളങ്ങളും ഈ കലക്ക വെള്ളത്തേക്കാൾ എത്രയോ നല്ലതെന്ന് ഞാൻ പറഞ്ഞവനാണ്. ദൈവത്തിന് സ്തോത്രം. ഇസ്രായേൽ ദേശത്തിലെ അബാനയും പർപ്പരും, എൻ്റെ ഈജിപ്തിലെ നദികളായ അബാനയും പർപ്പരും ഇസ്രായേൽ ദേശത്തിലെ സകല വെള്ളങ്ങളെക്കാളും നല്ലതല്ലയോ എന്ന് ചോദിച്ച നയമാനെ പോലെ എൻ്റെ ആത്മീയം വിടുവാൻ ഞാൻ തയ്യാറായിരുന്നില്ല സഹോദരങ്ങളെ. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വചനത്തിന് മുമ്പായി വരുവാൻ എന്നെ സ്വർഗത്തിൻ്റെ മാലാഖമാർ കൊണ്ടിരുത്തി എന്ന് ഞാൻ പറയും. ദൈവത്തിന് സ്തോത്രം. അന്ന് ദൈവത്തിൻ്റെ കോപം എന്നിൽ നിന്ന് മാറിപ്പോയി സഹോദരങ്ങളെ. ദൈവത്തിൻ്റെ കോപം ആദ്യമായി മാറുക എന്നുള്ളതാണ് ഒരു വ്യക്തി മാനസാന്തരപ്പെടാനുള്ള ആദ്യത്തെ ചുവട്ടുപലക എന്ന് പറയുന്നത്. ദൈവത്തിൻ്റെ കോപം എവിടെ മാറിയോ പാപത്തിൻ്റെ ഏറ്റുപറച്ചിൽ വരികയാണ്. അന്ന് ഞാൻ ബുക്കുകളിൽ എഴുതി കൂട്ടി, ഒരിക്കലും ആരും കേൾക്കില്ലാത്തതും ആരും നനച്ചിരിക്കാത്തതുമായ പാപങ്ങളെല്ലാം ഏറ്റുപറയുവാൻ തുടങ്ങി സഹോദരങ്ങളെ. എൻ്റെ പാപത്തിൻ്റെ കുറ്റം ഉടയവൻ ക്ഷമിച്ചു തന്നു. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ എൻ്റെ ഭവനത്തിന് സൗഖ്യം വരുത്തി തന്നു, എൻ്റെ ദേശത്തിന് സൗഖ്യം വരുത്തി തന്നു, എൻ്റെ ശരീരത്തിന് സൗഖ്യം വരുത്തി തന്നു. ദൈവത്തിന് സ്തോത്രം. ആ യേശുവാണ് സഹോദരങ്ങളെ അവൻ്റെ പരിശുദ്ധ രക്തവുമായി ഇന്ന് നിങ്ങളുടെ മുമ്പാകെ വന്ന് വാദിച്ചുകൊണ്ടിരിക്കുന്നത്. യേശു ക്രിസ്തുവിൻ്റെ രക്തമില്ല എങ്കിൽ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശുവിൻ്റെ രക്തമില്ല എങ്കിൽ ഒരു കൂട്ടായ്മയ്ക്കും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശുവിൻ്റെ രക്തമില്ല എങ്കിൽ ഒരു പ്രവാചകനും ഒന്നും ചെയ്യാൻ കഴിയുകയില്ല. യേശുവിൻ്റെ രക്തമില്ല എങ്കിൽ അവിടെ സമാധാനം, അവിടെ മരീചിക മാത്രമായിരിക്കും സഹോദരങ്ങളെ. യേശു ക്രിസ്തുവിൻ്റെ രക്തമാണ് നിരപ്പിനും സമാധാനത്തിനുമായ രക്തം. അതാണ് കൊലോസ്യ ലേഖനം 1-ാം അധ്യായം 20-ാം വാക്യത്തിൽ നാം വായിച്ചത്. നിരപ്പിനും സമാധാനത്തിനുമുള്ള യേശുവിൻ്റെ രക്തം സഹോദരങ്ങളെ. ആ രക്തമാണ് ഈ വൈകുന്നേര കാലത്ത് നിങ്ങളുടെ മുമ്പാകെ വാദിച്ചു കൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾ ആരെങ്കിലും ഒരു സമർപ്പണത്തിലേക്ക് വരുവാൻ തയ്യാറാണോ? ഇന്ന് വൈകുന്നേരം യേശുവിനോട് നിങ്ങൾക്ക് പറയുവാൻ തോന്നുന്നുണ്ടോ? അപ്പാ, എൻ്റെ ജീവിതത്തിൽ പാപത്തിൻ്റെ വലിയ പടുകൂമ്പാരം ഉണ്ടായിരുന്നു. നീ ഒരു കാലത്തത് എടുത്തു മാറ്റിയതാണ്. അത് ഞാൻ നന്ദിയോടെ ഓർക്കുകയാണ്. എന്നാൽ ഈ കാലങ്ങളിൽ കർത്താവേ, എൻ്റെ തേജസ്സിൻ്റെ രംഗത്തു നിന്ന് എനിക്ക് വാട്ടം വന്നു പോവുകയാണല്ലോ. എന്താണപ്പാ എനിക്ക് കാരണമെന്ന് ഞാൻ തന്നെ കണ്ടുപിടിക്കുകയാണ്. കർത്താവേ, ആത്മാവിൽ എനിക്ക് വീഴ്ച സംഭവിച്ചു. എൻ്റെ ആത്മാവ് കർത്താവെ പണ്ടത്തെ പോലെ പുഷ്ടി പ്രാപിക്കുന്നില്ല. കർത്താവെ, ജീവനുണ്ടെന്ന് എനിക്ക് പേരുണ്ടെങ്കിലും ഞാൻ മരിച്ചവനായിരിക്കുകയാണ്. ആത്മാവിൽ മരിച്ചവനായിട്ട് കർത്താവെ എനിക്ക് ഈ ലോകം വിട്ടുപോകുവാൻ ഒരിക്കലും സാധിക്കുകയില്ലല്ലോ. കർത്താവെ, അങ്ങനെ വരാതിരിക്കുവാൻ അപ്പാ ഈ വൈകുന്നേര കാലത്ത് അപ്പൻ്റെ മുമ്പാകെ ഇതാ ഒരിക്കൽ കൂടി ഞാനൊരു സമർപ്പണത്തിലേക്ക് വരികയാണ്. ചെയ്തു പോയ പാപത്തെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ കണ്ടുപിടിക്കും കർത്താവെ. എക്സവേറ്റ് ചെയ്ത് ആഴക്കുഴിച്ച്
ആഴക്കുഴിച്ച് ഞാൻ ചെല്ലും കർത്താവിനോട് പറയും, എൻ്റെ യേശുവപ്പ, എൻ്റെ പാപങ്ങളെ പുറത്തു തരണമേ, എൻ്റെ ഇല്ലായ്മകളെയും വല്ലായ്മകളെയും അവിടുന്ന് മാറ്റിത്തരണമേ എന്ന് ഞാൻ എൻ്റെ യേശുവപ്പനോട് പറയുമെന്ന് ആരെല്ലാം ഹൃദയത്തിൽ തീരുമാനിക്കുന്നുണ്ട്. യേശു ക്രിസ്തു നിങ്ങളുടെ മുമ്പാകെ വന്നുകൊണ്ട് പറയുകയാണ്, മകനേ മകളെ, ഈ എൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന്, കരുണയും കൃപയുമുള്ള എൻ്റെ ശ്രീഭണ്ഡാരത്തിൽ നിന്ന് അമർത്തി കുലുക്കി അളവ് കവിയുന്ന ഒരു ഭാഗത്തിൽ നിൻ്റെ മടിയിലേക്ക് തരുവാൻ ഇതാ ഞാൻ വന്നിരിക്കുകയാണെന്ന് അവൻ്റെ ആണിപ്പാടുള്ള കരം സഹോദര സഹോദരി നിൻ്റെ മേൽ അവൻ നീട്ടിക്കൊണ്ടിരിക്കുകയാണ്. ആരെല്ലാം അവൻ്റെ പരിശുദ്ധ രക്തത്തിൽ നിന്നുള്ള ആ രക്തം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറാണ്? യേശു അപ്പ, നിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ ഒരു തുള്ളി കൊണ്ട് കർത്താവേ എന്നെ ഒന്ന് മുദ്രയിടണമേ എന്ന് ആരെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ വന്നുപോയ സകല പൈശാചിക പ്രവണതകൾക്കും ഇന്ന് ഞാൻ അടിവരയിട്ട് അത് എൻ്റെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായി ഞാൻ മാറ്റുകയാണ് കർത്താവേ. ഒരിക്കലും ഞാൻ പിശാചിനോടും അവൻ്റെ സംഘത്തോടും ഞാൻ കൂട്ടുകൂടുകയില്ല എന്ന് ഒരു ചെറിയ സമർപ്പണം ഞാൻ പറയുകയാണ് കർത്താവേ. പാപത്തോട് എനിക്ക് എന്നേക്കും വെറുപ്പ് തരുന്ന കർത്താവേ, എന്നെ എന്നും നിർത്തണമേ കർത്താവേ. എന്നെ ഒരു തീപ്പന്തമായിട്ടൊന്ന് ജ്വലിപ്പിക്കണമേ കർത്താവേ. ഇതാ കോട്ടയം കൺവെൻഷനിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ കർത്താവേ, എറണാകുളം കൺവെൻഷനിലേക്ക് ഞാൻ കടന്നു പോകുമ്പോൾ കെട്ട തിരികൾ കർത്താവേ, ഇന്ന് ഈ വൈകുന്നേരക്കാലത്ത് തിരി തെളിച്ച് കിട്ടിയവനായിട്ട് ജീവിതത്തിൽ ഒരിക്കലും ആ തെളിഞ്ഞത് അത് കെട്ടുപോകാതെ സൂക്ഷിക്കുവാൻ കർത്താവേ എന്നെ തന്നെ ഇന്ന് വൈകുന്നേരം ഞാൻ സമർപ്പിക്കുകയാണ് കർത്താവേ. എൻ്റെ മാതാപിതാക്കളെയും എൻ്റെ സഹോദരങ്ങളെയും എൻ്റെ ചാർച്ചക്കാരെയും എൻ്റെ മക്കളെയും എല്ലാം ഞാൻ സമർപ്പിക്കുകയാണ്. എൻ്റെ കൂട്ടായ്മയെ ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പൻ്റെ സന്നിധിയിൽ ഒരു കർത്താവെ പറയുവാൻ മാത്രവും പുകഴുവാൻ മാത്രവും ഒന്നുമില്ല കർത്താവേ. ഇരുതുള്ളി കണ്ണുനീര് മാത്രമേ ഉള്ളൂ അപ്പ. യേശു അപ്പ, അതിൻ്റെ കരത്തിന് മുമ്പാകെ, നിൻ്റെ കാൽപാദത്തിന് മുമ്പാകെ അപ്പന് ഇഷ്ടമാണെങ്കിൽ ഇതാ ഒരു തുള്ളി കണ്ണുനീര് കൊണ്ട് നിൻ്റെ പാദനടിയങ്ങൾ കഴുകുകയാണപ്പ. അവിടുത്തെ പാതാരവിന്ദങ്ങളിൽ നിന്ന് വന്ന ആ പരിശുദ്ധ രക്തത്തിൻ്റെ ഒരു തുള്ളി കൊണ്ട് അടിയങ്ങൾ വിട്ടിട്ട് പോകുന്ന ഭവനത്തിൻ്റെ കട്ടിലക്കാലും മേലും കുറുമ്പടി മേലും ഒന്ന് പുരട്ടി തരണമേ കർത്താവേ. അടിയങ്ങളുടെ പരിശുദ്ധമായ രക്തം കർത്താവേ, അടിയങ്ങൾ പരിശുദ്ധ രക്തം കൊണ്ട് അടിയങ്ങളുടെ നെറ്റിമേലിന്ന് ഒരു മുദ്രജാതി തരണമേ കർത്താവേ. പിശാചിനോടും അവൻ്റെ സംഘത്തോടും എന്നേക്കുമായിട്ട് വിടുതൽ പ്രാപിക്കുവാനായിട്ട് അടിയങ്ങൾക്ക് ശക്തിയും കൃപയും തരണമേ കർത്താവേ. കർത്താവെ, ഒരിക്കൽ കൂടി സമ്പൂർണ്ണമായി ഞങ്ങൾ സമർപ്പിക്കുകയാണപ്പാ. പരിശുദ്ധ രക്തം കൊണ്ട് ഞങ്ങളെ കഴുകി ഞങ്ങളെ വെടിപ്പുള്ളവരാക്കി നിനക്ക് കൊള്ളാവുന്ന തീപ്പന്തങ്ങളായി ജ്വലിപ്പിച്ച് നിർത്തുവാൻ അപ്പാ അടിയങ്ങൾ ഒരിക്കൽ കൂടി നിൻ്റെ സന്നിധിയിൽ സാഷ്ടാംഗം വീണ് കിടന്ന് പറയുകയാണ്. അപ്പൻ്റെ നാമം വിജയിക്കണമേ, യേശുവിൻ്റെ രക്തം വിജയിക്കണമേ. അടകടാകത്തെ മാറ്റിമറച്ച കൊലോസ്യ ലേഖനത്തിൽ പറഞ്ഞതുപോലെ അവൻ ക്രൂശിച്ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനം തന്ന യേശുവിൻ്റെ രക്തം ഗുണകരമായി സംസാരിക്കുന്ന ഈ സമയത്ത്, നമ്മളെ തന്നെ സമർപ്പിക്കുന്ന ഈ സമയത്ത് നിയന്ത്രണം അവനിലേക്ക് കൊടുക്കുകയാണ്. യേശുവിൻ്റെ രക്തത്തിലേക്ക് പരിപൂർണമായി നിയന്ത്രണം കൊടുക്കുകയാണ്. ഇനി മുതൽ എൻ്റെ ജീവിതത്തിൽ യേശുവിൻ്റെ രക്തം നിയന്ത്രിക്കണം, എൻ്റെ കുടുംബത്തെ യേശു നിയന്ത്രിക്കണം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ നിയന്ത്രിക്കണം. ഒരിക്കലും ഞാൻ പിശാചിൻ്റെ ആത്മാവിന് വശംപ്പെടുകയില്ല. എന്നെ പരിശുദ്ധ രക്തത്തിൻ്റെ കീഴിലാക്കി വെക്കണം. അപ്പാ, ഞാൻ സമർപ്പണം പറയുകയാണ്. ഇനി മുതൽ ഞാൻ നിൻ്റെ അടിമയാണ് കർത്താവേ. കർത്താവേ, കാത് കുത്തി തുളച്ച ഒരു അടിമയെ പോലെ ഇതാ അപ്പൻ്റെ മുമ്പാകെ സറണ്ടർ ചെയ്യുകയാണ്. പരിപൂർണമായിട്ട് അബ്സല്യൂട്ട് സെൽഫ് സറണ്ടറിലേക്ക് ഞങ്ങളുടെ ഹൃദയത്തെ കൊണ്ടുവന്നതിനാൽ അപ്പാ നിനക്ക് സ്തോത്രം കർത്താവേ. അപ്പൻ്റെ രക്തം വിജയം തലകളമേ എന്ന് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമുക്ക് നമ്മുടെ തലകളെ വണക്കാം. ജീവനുള്ള ദൈവമേ, വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവേ, അവിടുന്ന് നൽകിയ അത്ഭുതകരമായ സമയത്തിനായി അടിയങ്ങൾ നിന്നെ വാഴ്ത്തുന്ന കർത്താവേ. ഏറെ കുറ്റമുള്ളതും കുറവുള്ളതുമായ അടിയങ്ങളുടെ മേൽ കർത്താവിൻ്റെ പരിശുദ്ധ രക്തത്തിൻ്റെ മുദ്ര തന്ന് നിർത്തുന്നതിനാൽ നന്ദിയോടെ നിന്നെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ. അപ്പൻ്റെ തങ്കച്ചോരയ്ക്ക് കീഴിലിരിക്കുവാൻ ഞങ്ങൾക്ക് ഭാഗ്യം തന്നുമല്ല കർത്താവേ. ഞങ്ങളുടെ ജീവിതം വ്യവസ്ഥ കൂടാതെ അപ്പൻ്റെ തിരുസന്നിധിയിലേക്ക് ഒരിക്കൽ കൂടി സമർപ്പിക്കുന്നു. ഞങ്ങളെ കഴുകണമേ കർത്താവേ, രക്തം കൊണ്ട് ശുദ്ധീകരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ കൂട്ടായ്മയെ കർത്താവേ അവിടുന്ന് വാഴ്ത്തണമേ കർത്താവേ. വരാനിരിക്കുന്ന കൺവെൻഷനുകളെ കർത്താവെ അനുഗ്രഹിക്കണമേ കർത്താവെ. ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തീപ്പന്തമായി ജ്വലിച്ചുകൊണ്ട് പങ്കെടുക്കുവാനുള്ള കൃപയും കരുണയും തരണമേ. ഞങ്ങളുടെ ഭവനത്തെ കർത്താവെ വാഴ്ത്തണമേ. ഈ കൂട്ടായ്മയെ അനുഗ്രഹിക്കണമേ. ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് അത്ഭുതകരമായി നിറച്ച് നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ക്രൂശിൻ്റെ ചിറകിൽ ഇത്രത്തോളം മറച്ചു നിർത്തിയ സ്നേഹത്തിനായി സ്തോത്രം. സകല മാനവും മഹത്വവും അറുക്കപ്പെട്ട കുഞ്ഞാടിന് മാത്രം. യേശു ക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധ നാമത്തിൽ തന്നെ ആമേൻ.
പിതാവാം ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ സംബന്ധവും സഹവാസവും നാം എല്ലാവരോടും കൂടെ എന്നും എന്നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ.